ബോംബെ ബ്ലാസ്റ്റിന് ശേഷം നാടുവിട്ടുപോയ ഗ്യാങ്സ്റ്ററിൽ ഒരാളാണ് സാധുഭായ്. സിംഗപ്പൂർ, ഹോങ്കോങ്, മലേഷ്യ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾ കീഴടക്കി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാഫിയയുടെ ഗോഡ്ഫാദറായി മാറി. പണത്തിനു വേണ്ടി വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തി. രാജ്യത്ത് ഒട്ടേറെ കലാപങ്ങൾ സൃഷ്ടിച്ച് ഇന്ത്യ ഗവൺമെന്റിന് ഒരു സ്ഥിരം തലവേദനയായി മാറി. 20 വർഷങ്ങളായി ആർക്കും അയാളെ തടയാനായിട്ടില്ല. അങ്ങനെയുള്ള ബിഗ് ബോസ് സാധുവിനെ സധൈര്യം വെല്ലുവിളിച്ച ആദ്യത്തെ ചെറുപ്പക്കാരനാണ് ബാദ്ഷാ. ജീവിക്കാൻ വേണ്ടിയാണ് ചിലർ മാഫിയ ഗാങ്ങിൽ ചേരുന്നത്. ഭയം കൊണ്ടും ചിലരവിടെ എത്തിപ്പെടാറുണ്ട്. എന്നാൽ ബാദ്ഷാ സ്വന്തം പിതാവിന് വേണ്ടിയാണ് മാഫിയ ഗാങ്ങിലെത്തിയത്. ബാദ്ഷാ, മാഫിയ ലോകത്തെ മുഴുവൻ നീ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. ഗ്രേറ്റ്. പക്ഷെ അത് വലിയ തെറ്റായി പോയി. മാഫിയ കിങ് ഗോഡ്ഫാദർ സേതുബായിയെ നീ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഈ ക്രേസി റോബോട്ടിന്റെ ബ്രദറിനെ നീ കൊന്നു. ഈ ക്രേസി റോബോട്ട് ഒരു സിനിമാ ഭ്രാന്തനാ. ഡെയിലി 2 സിനിമയെങ്കിലും കാണും ഞാൻ. അത് കാണുമ്പോ എനിക്കൊരു സംശയം ഉണ്ടാവാറുണ്ട്. കൈ കിട്ടിയവന്റെ കഴുത്തിറക്കാതെ അവനോട് ലെക്ചർ അടിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട്. ഇപ്പോഴാ അത് ക്ലിയർ ആയത്. അതിനൊരു കിക്ക് ഉണ്ടെന്നുള്ളത്. ഞാനതിന്റെ ലഹരിയില്ല. ഗുഡ് ന്യൂസ്. ഞാൻ നിന്നെ ഉടനെ കൊല്ലാൻ പോകുന്നില്ല. നീ കൂടുതൽ വേദനിക്കുന്ന കാണണം എനിക്ക്. എങ്ങനെ അച്ഛാ, നിന്റെ കൺമുമ്പിലിട്ട് നിന്റെ തന്ത ഞാൻ കൊല്ലാൻ പോകും. ഏയ്, ബാദുഷയുടെ തന്ത ഇങ്ങോട്ട് കൊണ്ടുപോടാ. പുലി അഴിക്കുള്ളിലാണെങ്കിലേ സമാധാനിക്കാൻ കഴിയൂ. അത് പുറത്തു വന്ന് വേട്ടയാടാൻ ആരംഭിച്ചാൽ തടയാൻ കഴിയൂടാ.
ബാദ്ഷാ, നിനക്ക് വേണ്ടി ഹോങ്കോങ് പോലീസ് മാത്രമല്ല മൊത്തം ഇന്റർപോളെ തേടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അച്ഛൻ്റെ കാര്യം ശ്രദ്ധിക്കേ. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സ്വന്തം സെക്യൂരിറ്റിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ ഇടുങ്ങിയ മനസ്സുള്ളവരാണ്. സമൂഹത്തിന്റെ ഭദ്രതയെക്കുറിച്ച് ആലോചിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യസ്നേഹികൾ. ഡോണ്ട് ബി സെൽഫിഷ്, സീ ദ നീഡ്സ് ഓഫ് ഫിഷ്. ഇനി ടിഫിൻ കഴിക്കാൻ ഞാൻ തയ്യാറാണ്. ടിങ്കി പിങ്കി, വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. എന്തെങ്കിലും ഐഡിയ. ചേച്ചി, ഞാനിപ്പോ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ട് വരികയാ. നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. ഇതെന്താ ചേച്ചി, എന്നും എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടല്ലേ ടിഫിൻ കഴിക്കാറുള്ളത്? ഇന്നത്തെ കൂളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? ഒന്നുമില്ല, എന്റെ ഇന്റീരിയർ ഡിസൈൻ കോഴ്സ് കഴിഞ്ഞില്ലേ, ഇനി ഇന്ത്യയിലേക്ക് പോകുന്ന തീരുമാനിച്ചു. അതുകൊണ്ട് ഈ ലാസ്റ്റ് 10 days മെമ്മറബിൾ ആക്കി മാക്സിമം എൻജോയ് ചെയ്യണം എനിക്ക്. അല്ല, ഇത് എങ്ങോട്ടാ ഞങ്ങളെ കൊണ്ട്? ആദ്യം പറഞ്ഞ കിക്ക് ഉണ്ടാവില്ല. വെയിറ്റ് ഡോൾസ്. ചൗ 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 ക്രിസ്റ്റഫർ. ചൗ ആൻഡ്രിയ. ചൗ ചൗ. ഇത് ടൂ മച്ചാ ചേച്ചി. എനിക്ക് മനസ്സിലാകാണ്ട് ചോദിക്കുക. അടുത്തുള്ളവർക്ക് പോലും നമ്മുടെ പേര് അറിയില്ല. എന്നാൽ ഇവിടെ എല്ലാവർക്കും ചേച്ചിയുടെ പേര് പരിചിതമാണല്ലോ. VIP ആയി പോയി. സോണിയാഗാന്ധി ഇറ്റലിയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് സെറ്റിലായി. ചേച്ചിയാണ് റിവേഴ്സ് ഗിയറിൽ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് സെറ്റിൽ ആവുന്ന തോന്നണല്ലോ. എന്തൊക്കെ നടക്കോ ആർക്കറിയാം. ചൗ ഏഞ്ചൽ. ചാവെന്ന് കേട്ട് കൺഫ്യൂഷൻ ആകണ്ട. ഇറ്റാലിയൻ ഭാഷയിൽ ഹലോ എന്നാണ് അർത്ഥം. എൻജോയ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്കാണല്ലോ കൂട്ടിക്കൊണ്ട് വരുന്നത്. തിടുക്കപ്പെടാതെ ഫോളോ മീ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. വി വുഡ് ലൈക്ക് ടു ഡൊണേറ്റ് ബ്ലഡ്. ടിഫിൻ കിട്ടുന്ന വെച്ചാ വന്നത്. ഇപ്പത്തെ ബ്ലഡ് കൊടുക്കാൻ ഞാനില്ല. നോക്കൂ, സ്വാർത്ഥത വ്യസനകരമാണ്, അത് ദുരന്തവുമാണ്. സഹായം മഹത്തരമാണ്, അതിൽ ആനന്ദമുണ്ട്. ഞങ്ങൾക്ക് ആ ആനന്ദം വേണ്ട. Ma'am, we need B positive blood for a patient. Can you arrange B positive blood? യെസ്, വൺ സെക്കൻഡ്. ഡാഡി, എന്താ മോളെ അർജന്റായിട്ട് വരണമെന്ന് ഫോൺ ചെയ്തത്? എന്തെങ്കിലും വിശേഷിച്ച്? പതിവ് പരിപാടിക്ക് തന്നെ ഡാഡിയുടെ ബ്ലഡ് കൊടുക്കാനാ. എന്റെ ബ്ലഡോ? ഈ എന്താ ഈ പറയുന്നത്? ഷൂട്ടിംഗ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ എന്താ ടെൻഷൻ അറിയാമോ? മാത്രമോ സൂപ്പർ സ്റ്റാർ ലൊക്കേഷനിലുണ്ട്. എളേച്ച, ഷൂട്ടിംഗ് നിന്ന കാശ് പോകുന്നേ ഉള്ളൂ. ബ്ലഡ് കൊടുത്താ കിട്ടുന്ന പുണ്യമാ. 6 മാസം കൂടുമ്പോ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്ന ഞാനാകെ ക്ഷീണിതനായി പോകും. അതിന് ആപ്പിൾ തരാലോ. ഓ, എങ്ങനെയാ ഫോർ ബ്ലഡ് ഡൊണേഷൻ. യെസ് യെസ്, കൊണ്ടുപോയി. അല്ല, ഞാൻ എനിക്ക് പോയിട്ട് തിരക്കുള്ളതാ. 1 ലിറ്റർ ബ്ലഡ് അവർ കുത്തിയെടുത്ത, എന്നിട്ട് ഈ ഒരു ആപ്പിളേ ഉള്ളു മോളെ. എളേച്ച, ബി പോസിറ്റീവ്. ബി പോസിറ്റീവ് ആണെങ്കിൽ എന്താ? നോക്കു ചെറിയച്ച, നല്ലത് ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടാ. നിങ്ങൾ നല്ലത് ചെയ്തു, നിങ്ങളുടെ നല്ല ഫലം കിട്ടും. ഇതൊക്കെ വെറുതെ മോളെ. കഴിഞ്ഞ മാസം എന്റെ പ്രൊഡ്യൂസർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടം കൊടുത്തു. എന്നിട്ടോ അയാളിപ്പോ എന്റെ ഫോൺ കണ്ട എടുക്കുന്നുകൂടിയില്ല. ഈ ലോകത്ത് നന്മ ചെയ്യുന്നവർക്ക് ഒരു വിലയില്ല മോളെ. മൊത്തം മനസാക്ഷി ഇല്ലാത്ത ഒരു ലോകം. മോളോട് ഇതൊക്കെ പറഞ്ഞിട്ടെന്താ അല്ലേ? എളേച്ചനെ ഹേർട്ട് ചെയ്തു. ഹലോ. ആ, അത് ശരി. താങ്ക്സ് ഡാ. എന്താ എളേച്ച? ആ പ്രൊഡ്യൂസർ കാശരാന്ന് പറഞ്ഞു വിളിച്ചതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? നിന്റെ നാവ് പൊന്ന മോളെ. നിങ്ങളുടെ അച്ഛന് വിവരമില്ല. ബ്ലഡ് കൊടുക്കൂന്നല്ലാതെ ബുദ്ധിയുണ്ടോ? അവരുടെ ഗ്രൂപ്പ് വേറെ അല്ലേ മോളെ. എന്റെ വിശാല ഹൃദയമൊന്നും അവർക്കില്ല. എളേച്ച, ഇനി ഇവിടെ നിന്ന് അപകട, പെട്ടെന്ന് സ്ഥലമിടാം. ഹൃദയം എന്ന് പറഞ്ഞപ്പോഴേ ഓർത്തെ, ഇന്ന് വേൾഡ് ഹാർട്ട് ഡേയാ. ഉടനെ ചൈൽഡ് ഹോസ്പിറ്റലിൽ പോവാം. ദൈവമേ, അവർക്കും കൂടി കൊടുക്കാനുള്ള രക്തം എന്റെ ശരീരത്തിലില്ല. എളേച്ച, ഇനി എന്നെ കൊണ്ട് വയ്യ ചേച്ചി. ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തിട്ട് ഇങ്ങനെ ബെഗേഴ്സ് ആയി നിക്കണോ? എന്താവശ്യത്തിനാ ഇത്? അങ്ങനെ അല്ലടി. ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്ത് അവരുടെ കണ്ണിലേക്ക് നോക്കിയാ സൈറ്റ് അടിക്കാണോന്ന് ഡൗട്ട് ഉണ്ടാവും. ചേച്ചി, നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പോയി കളക്ഷൻ ഉണ്ടാക്കാൻ നോക്ക്. കളക്ഷൻ ഉണ്ടാക്കാൻ നമ്മളത് തിരുപ്പതിക്ക് നേർച്ചെടുക്കുക. ടോട്ടൽ കളക്ഷൻ 5 യൂറോ ഉണ്ട്. ഇന്നത്തേക്ക് എന്തായാലും അത് മതി. നോ വേ. എന്റെ ടാർഗറ്റ് 10,000 euros പൂർത്തിയാകാതെ ഞാൻ എങ്ങോട്ടുമില്ല. 10,000 യൂറോയോ? Yes. അതിന് ബാങ്ക് കൊള്ളയടിക്കേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല. സേവന താല്പര്യമുള്ളവർക്ക്. എന്താ സേവന താല്പര്യോ? എന്തായാലും നിന്റെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ പുതിയ ഡിക്ഷണറി. നോ. എന്തിനാ സൈറ ഇങ്ങനെ ഫൂളിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്? നീ കാരണം എന്റെ മനസമാധാനം തന്നെ ഇല്ലാതായിരിക്കാം. എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കാം, എന്തിനാ എന്റെ ജീവിതം എടുത്ത് ഇങ്ങനെ പന്ത് കളിക്കുന്നത്? നോ സൈറ, ദിസ് ഇസ് ടു മച്ച്. ഹലോ ഹലോ, ഏയ് ഹലോ, പ്ലീസ് വെയിറ്റ്. ഏയ്, ബോസ്, ആ സ്ത്രീ നിങ്ങളെ ഫോളോ ചെയ്ത് താങ്ക്സ് പറയാനല്ലേ? പിന്നെ എന്താ നിങ്ങൾ അവോയ്ഡ് ചെയ്തേ? താങ്ക്സ് പറഞ്ഞ് റിലേഷൻ കട്ടാക്കുന്ന എന്തിനാ? ഇങ്ങനെ അവോയ്ഡ് ചെയ്താൽ രാത്രി മുഴുവൻ എന്നെ കുറിച്ച് ആലോചിക്കും. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട്. സഹായം എന്നത് മാനവീയതയാണ്, മഹാമനസ്കതയുടെ ലക്ഷണമാണ്. എനിക്കിപ്പോഴും ഒന്നേ പറയാനുള്ളൂ സൈറ, ഞാനില്ലെങ്കിൽ നീ വളരെ ഹാപ്പിയല്ലേ? അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല ഈ ലോകത്ത് നിന്ന് ഞാൻ പോയേക്കാം. ഗുഡ് ബൈ. ഹലോ
ജെന്റിൽമാൻ സ്റ്റോപ്പ്. അവിടെ നിൽക്ക്, ഞാൻ വരുന്നു. അവിടെ നിൽക്ക്, വെറുതെ ചാടി ചാവരുത്. ഏയ് എന്താ വേണ്ടേ? നിനക്ക് ചാവണോ? വാ, ഏയ് ഏയ്, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. വരൂ, പറയാം. എന്തിനാ എന്നെ തടയുന്നേ? ഞാൻ നിങ്ങളെ സഹായിക്കാനാ വന്നത്, അറിയാവോ? അങ്ങനെയാണെങ്കിൽ ചാവാൻ എന്നെ ഹെൽപ്പ് ചെയ്യ്. ചേച്ചി എന്തായി പറയുന്നേ? ഒരു ദിവസം എന്റെ കൂടെ കഴിയും. സോറി, ഞാൻ ആ ടൈപ്പ്. ചേച്ചി ഞാൻ അത്ര ചീപ്പല്ല. കോസ്റ്റ്ലിയാ? ഓ, ഇയാളൊരു മന്ദബുദ്ധിയോ മരങ്ങോടൻ. പിന്നെന്തിനാ കൂടെ കഴിയാൻ കൂടെ പറഞ്ഞേ? കഴിയാൻ പറഞ്ഞത് എന്റെ കൂടെ 1 ഡേ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ജീവിതത്തിന്റെ വില പറഞ്ഞു തന്ന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് ബോധ്യപ്പെടുത്താനാ. പ്ലീസ് 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 ട്രസ്റ്റ് മീ. എന്റെ വാക്ക് ഒന്ന് കേക്ക്. 1 ഡേ ഡോണ്ട് ഡൈ. ഓക്കേ 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 ഓക്കേ. ചാവാനുള്ള എന്റെ ഫ്രസ്ട്രേഷനേക്കാളും ജീവിപ്പിക്കാനുള്ള നിന്റെ ഫ്രസ്ട്രേഷൻ മോർ ഡേഞ്ചറസാ. താങ്ക്സ് അപ്പാ, ക്യാച്ച് ചെയ്തല്ലോ. ചാകാൻ പോകുന്നവന്റെ ആഗ്രഹം ചോദിക്കുന്നതിന് പകരം അവനോട് ആഗ്രഹം പറയുന്നു. അതുകൊണ്ട് ഒരു ദിവസം അനുവദിക്കാൻ ഞാൻ, ബട്ട് ഓൺ 1 കണ്ടീഷൻ. എന്താണാവോ അത്? എനിക്ക് ജീവിതത്തോട് ആഗ്രഹം തോന്നി തുടങ്ങിയാൽ നീ തന്നെ എന്നെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. ടാക്സിക്ക് കൊടുക്കാൻ പോലും എന്റെ ഈ കാശില്ല. ഓക്കേ ഡൺ. Ciao Janaki madam. ചോ പീറ്റർ. No Peter. Now I am Peter Ganesh. Please sit down madam. I will get you something. പീറ്റർ ഗണേഷ്. ആ പേരിന്റെ പിന്നിൽ ഒരു വലിയ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. എനിക്കതിനുള്ള പേഷ്യൻസ് ഇല്ല. പിന്നല്ലാതെ ചാവാൻ പോകുന്ന എന്നോട് മന്ത്രി ഗണേശൻ പീറ്റർ ഗണേശൻ എന്നൊക്കെ പറയുന്നത് എന്തിനാ? ഫ്രസ്ട്രേറ്റ് ആവാതെ മുഴുവൻ കേക്ക്. ഈ പീറ്ററും നിങ്ങളെ പോലെ സൂയിസൈഡ് കേസായിരുന്നു. സെയിം സ്പോട്ട്. ഓൺ ദ സ്പോട്ട് ചെന്നതുകൊണ്ട് സേവ് ചെയ്യാൻ പറ്റി. അയാളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് ശരിക്കും നിങ്ങളുടെ പ്രോബ്ലം എന്താ പീറ്റർ എന്ന് അന്വേഷിച്ചു. അയാള് പല പല ബിസിനസ് ചെയ്തു, നശിച്ചുപോയി. അപ്പോ ഒരു ബിസിനസ് മാത്രം ചെയ്യണമെന്ന് പറയുന്നേ? അയ്യോ, അത് നിങ്ങളുടെ പാർട്ട്ണറോട് ചോദിച്ചു നോക്കണം. അപ്പോ എന്റെ സൈഡോട് ചോദിക്കണോ? എക്സാക്ട്ലി. നോക്കൂ പീറ്റർ, നിങ്ങൾക്ക് മരിക്കാൻ ധൈര്യം ഉണ്ടായില്ലേ, അതുപോലെ ജീവിക്കാനും ധൈര്യം കാണിക്കണമെന്ന് പറഞ്ഞ് കൗൺസിൽ ചെയ്ത് സിംഗിൾ സിറ്റിംഗ് സെറ്റ് ചെയ്തു. വീട്ടിലെ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു ഗണേശ വിഗ്രഹം കൊടുത്തു. ആക്ച്വലി അത് വിഗ്രഹമല്ല, വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ബിസിനസ് പീക്കായി, പ്രോബ്ലം വീക്കായി. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ഡെത്ത് ഈസ് ഹോറിബിൾ എന്ന് തിരിച്ചറിഞ്ഞു. ഇതിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പാകപ്പെടുത്തിയെടുത്ത മനസ്സിന് പറഞ്ഞു കൊടുക്കുന്നത് എളുപ്പത്തിൽ ബോധ്യമാകുമെന്ന്. ബ്രെയിൻ വാഷിംഗിന്റെ പണി ശരിയാണെങ്കിൽ ലൈഫ് ചെറിയ ടച്ചപ്പിൽ ശരിയാക്കാവുന്ന. ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയെടുക്കാൻ പീറ്ററിനെ പോലെ ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ല എനിക്ക്, സൈക്കോളജിക്കൽ പ്രോബ്ലം, ലവ് പ്രോബ്ലം. എനിക്ക് മനസ്സിലായി. അന്ന് പീറ്ററിന് സിംഗിൾ സിറ്റിംഗ് ശരിയാക്കിയില്ലേ, നിങ്ങൾക്കും അതുപോലൊന്ന് വേണോ? ഞാൻ ഈ സ്റ്റാച്ചു എന്ത് പഠിക്കാനാ? കൺട്രോളിംഗ്. Ciao Janaki madam. ഈ ജെയിംസ് ഒരിക്കൽ നൊട്ടോറിയസ് പിക് പോക്കറ്റർ ആയിരുന്നു. അയാളിൽ നിന്ന് എനിക്കെന്താ കിട്ടുക? പേഷ്യൻസ്. കല്ലിൽ കൊത്തിവെച്ച പ്രതിമ പോലെ ഇയാൾ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന കണ്ടില്ലേ? മനസ്സിലായി. ഇയാളെ വെച്ച് ക്യാഷ് ഉണ്ടാക്കാനാ നിന്റെ പരിപാടിയല്ലേ? കറക്റ്റ്. ഒരിക്കൽ ജനങ്ങളുടെ പോക്കറ്റ് അടിച്ചുകൊണ്ടിരുന്ന ഇയാൾക്ക് ഇപ്പൊ ജനങ്ങളെ കാശ് കൊടുത്തോണ്ടിരിക്കുക, കണ്ടില്ലേ? ചേച്ചി ആളിനെ കിട്ടിയോ? നീ കഥ പോയേനെ. ഞാൻ സമയത്തിന് എത്തിയതുകൊണ്ട് കൈ കിട്ടി. പേര് രാംരാജ്. മൈ കസിൻസ് ഡിങ്കി പിങ്കി. ഡോങ്കിയെന്നോ? ഫീൽ ചെയ്യണ്ട, ഫ്രസ്ട്രേഷനില്ല. ലവർ ചീറ്റ് ചെയ്തു. കണ്ടിട്ട് ഇയാളെ ചീറ്റ് ചെയ്ത പോലെയാണല്ലോ. കേട്ടില്ലേ പറഞ്ഞത്? സമാധാനിപ്പിക്കാൻ വിളിച്ചോണ്ട് വന്നിട്ട് എല്ലാവരും ചേർന്ന് കളിയാക്കാം. ആ സൈറ കാരണം ഞാൻ ചാവാന്ന് വെച്ചതാ. എന്റെ കയ്യിലാണെങ്കിൽ 10 ക്യാഷില്ല. നീ ചെയ്തത് മോശമാണെന്ന് തോന്നില്ലേ? എന്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മോനെ രാമരാജ നീ വിഷമിക്കണ്ടാ, ഞാനുണ്ടെന്ന് ധൈര്യം തന്നിട്ട് കാണിക്ക്. എവിടെയാ ഉള്ളേ? കാണിച്ചേ. എന്നെ വിട്ടേക്ക്, ഞാൻ പോയി ചത്തോളാം. എന്നെ വിട്. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനല്ലേ കൂടെ. ഡോണ്ട് വറി, റിലാക്സ്. അവന്റെ നമ്പർ എനിക്കിപ്പോ മനസ്സിലാവുന്നു, സ്നേഹബന്ധം എന്ന് വെച്ചാൽ ഫുട്ബോൾ കളിക്കുന്ന പോലെ. ഫുട്ബോൾ എന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നേ. ജീവിതം പന്തുകൾ തന്നെയാ. കയ്യിലെ പന്ത് നഷ്ടപ്പെട്ടെന്ന് വെച്ച് കളി നിർത്തുവോ? ഒരു പുതിയ പന്ത് വാങ്ങിക്കും. അങ്ങനെ ഈ സൈരഭാനു പോയാ വേറൊരു ഉദയഭാനു. ആക്ച്വലി നിങ്ങൾക്കുള്ള പ്രോബ്ലം എന്താ? ആഫ്റ്റർ ഓൾ ലവ് ഫെയിലിയർ. പിറന്നപ്പോഴേ അനാഥനായി പോയ ഒരുത്തൻ എന്റെ അടുത്തുണ്ട്. അവനെ വഴിയെന്ന് എനിക്ക് കിട്ടിയതാ. അതിനെ ആരാ വിട്ടത്? ദൈവം ഉപേക്ഷിച്ചവൻ. 3-ാം നാൾ അമ്മ മരിച്ചു, 13-ാം നാൾ അച്ഛനും. നെക്സ്റ്റ് വീക്ക് ബ്രദറും പോയോ? അത്രയും ഗ്യാപ്പില്ല. അടുത്ത സെക്കൻഡിൽ ബ്രദറും അമ്മാവനും കൂടി ഒരുമിച്ച് മരിച്ചു. എന്റെ അമ്മേ, ഇങ്ങനൊരു ജീവിതത്തെ പറ്റി ആദ്യമായിട്ട് കേൾക്കുക. ആരാണ് ന്യൂ ഫേസ്? ബിയറും കുടിച്ച് മലമുകളിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച എന്നെ ആ പെണ്ണ് രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടു താമസിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് എനിക്ക് ലൈഫ് ഫുൾ ഹാപ്പിയാടാ. അടിക്കും ഞാൻ, പൊളിക്കും ഞാൻ, അടിച്ചു പൊളിക്കും ഞാൻ. ആരാ ഈ സമയത്ത്? ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. എനി പ്രോഗ്രസ്? നിങ്ങൾ തന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം ഞാനിപ്പോ ഓരോരോ സോഷ്യൽ സർവീസ് ചെയ്തു വരികയാണ്. നമ്മളെ കൊണ്ട് 4 പേർക്ക് ഉപകാരം ഉണ്ടാവണമെന്ന് നിങ്ങളെപ്പോഴും വെരി പറയാറുണ്ടല്ലോ. ഗുഡ്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ചർച്ചിൽ പോയി പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രദാനം ചെയ്തു.
വസ്ത്രദാനോ? ഇന്ത്യക്കാർ എവിടെ വെച്ചായാലും വസ്ത്രം കൊടുക്കുന്നതിന് വസ്ത്രദാനം എന്ന് തന്നെ പറയാറ്. വെരി നൈസ്. വേറെ അടുത്ത വീട്ടിലൊരു സ്ത്രീയെ കയറി പിടിച്ചു. ദാസ്, ഞാൻ ഉദ്ദേശിച്ച അതല്ല, തെന്നി വീടാൻ പോയപ്പോ പിടിച്ചെന്നാ. വേറെ ഒന്നുമില്ലല്ലോ. എക്സാക്ട്ലി. താഴെ വീടാൻ പോയപ്പോ ഞാൻ രക്ഷപ്പെടുത്തിയതാ. ഇറ്റ് വാസ് ആൻ അമേസിംഗ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഞാൻ എന്റെ ഡയറി ഗ്രൂപ്പിൽ നിങ്ങളെ കുറിച്ച് 2 ചാപ്റ്റർ വർണ്ണിച്ചെഴുതിയിരിക്കുന്നത്. എന്നിട്ടും മതിയാകുന്നില്ല എനിക്ക്. ദാസ്, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഇനി നിങ്ങളുടെ ഇഷ്ടം. കേട്ടിട്ട് ഡബിൾ റോൾ ആണെന്ന് തോന്നലോടാ. ഹേയ്, മാഡത്തിന്റെ സർവീസ് മെയിൻ നിങ്ങൾക്ക് അറിയില്ലേ? ഏതാ മാഡം ഈ ചെറുക്കൻ? ഇയാളുടെ പേര് രാംരാജ്. ഇയാൾക്ക് ഇവിടെ എന്താ കാര്യം? മരിക്കാൻ നടക്കുന്നവനാ. ലവ് ഫെയിലിയർ. മാഡം, എന്ത് പറ്റിയോ? എനിക്ക് സൈറയുടെ ഓർമ്മ വരുന്നു. രാംരാജ്, ഞാൻ പോവാ മാഡം. നിൽക്കൂ എനിക്ക് മരിക്കണം. രാംരാജ്. എനിക്ക് മരിക്കണം മാഡം. രാംരാജ്. എന്നെ വിട്ടേക്ക് മാഡം. ചേച്ചി, ഞാൻ പോവാ. എന്നെ വിട്ടേക്ക് മാഡം. ശോ, സൈറയെ കുറിച്ച് കാര്യാക്കണ്ട. എനിക്ക് മരിക്കണം മാഡം. ചേച്ചി, എന്തായി പറയുന്നേ? ഞാനല്ലേ കൂടെ? വിട്ടേരെ മാഡം, എവിടെയെങ്കിലും വെച്ചായിട്ട് നമുക്കെന്താന്ന്? ദാസ്, അത് പറയാനുള്ള അർഹത നിനക്കെന്താ? ma'am. ഇഡിയറ്റ്. ഈ രാത്രി ഇയാൾ ഇവിടെ ഉണ്ടാവും. Okay, ma'am. സൂക്ഷിച്ചോണം. അവൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യൂ. നീ അയാളെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാ മതി. എന്റെ കൊട്ടേഷൻസും ഫിലോസഫിയൊക്കെ പറഞ്ഞു കൊടുത്ത് അയാളെ ജീവിതം ആസ്വദിപ്പിക്കാൻ പഠിപ്പിക്ക്. മനസ്സിലായോ? ഞാൻ ശരിയാക്കി എടുത്തോളാം. അറിയാം മാം. ലുക്ക് രാംരാജ്, കൊച്ചുനാളിൽ സ്കൂളിൽ നമുക്ക് പെൻസിൽ തരും. എന്തിനാണെന്നറിയോ? തെറ്റെഴുതിയാൽ മായ്ച്ചു കളഞ്ഞിട്ട് വീണ്ടും എഴുതാൻ. അതുപോലെ വലുതാകുമ്പോ പേന തരും. എന്നാൽ അത് മായ്ച്ചു കളയാൻ പറ്റില്ല. ഓ, എന്ത് ഫിലോസഫിയാ മാഡം ഇത്? മാം, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഇതിന്റെ ഡയറിയിൽ ഒന്ന് കുറിച്ചോട്ടെ പ്ലീസ് പ്ലീസ്. ദാസ്, എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് നിനക്കറിഞ്ഞൂടെ? ഇനി നിന്റെ ഇഷ്ടം. രാംരാജ്, രാത്രി ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കണം. പെൻസിലിനെ കുറിച്ചല്ലേ മാം? കറക്റ്റ്. നമുക്ക് കാലത്ത് കാണാം. അപ്പോ സൈറ ഭാനുവിന്റെ കാര്യം? മിസ്റ്റർ ദാസ് വിൽ ടേക്ക് കെയർ. വിളിച്ചോട്ട് പോ. ഓക്കേ, ഓക്കേ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഐ മിസ് യു മാം. ഗുഡ് നൈറ്റ്. നീ എവിടെ കിടന്നവനാടാ? എന്താടാ നീ പറഞ്ഞത്? ഞാൻ ഡബിൾ റോൾ കളിക്കണമെന്നോ? എന്റെ ഒരു റോൾ തന്നെ നിനക്ക് സഹിക്കാൻ പറ്റില്ല. അടിയുടെ ചൂടയാ. വോഡ്ക എവിടെയാ? ഓട്ക എന്തിനാ? സെറോക്ക്. സ്മെല്ല് നോക്കി ബ്രാൻഡ് കണ്ടുപിടിച്ച ബോസേ. കണ്ണു നോക്കി ക്യാരക്ടർ വരെ പറയും ഞാൻ. എന്റെ ദൈവമേ. എന്താടാ എല്ലാവരും ചത്തുപോയോ? ചത്തുപോയതല്ല, ചമ്മി പോയതാ. ദാസേ, നിന്റെ ജീവിതം മാറ്റിത്തരാം ഞാൻ പറയുന്ന പോലെ കേട്ടാൽ. $10,000 നിന്റെ പണി. എന്താന്ന് പറഞ്ഞാലും ബോസേ. നോക്കൂ രാംരാജ്, അവിടെ മരണമുണ്ട്, ഇവിടെ ജീവിതമുണ്ട്. തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. മാം, കൊട്ടേഷൻ അടിപൊളിയായിട്ടുണ്ട്. വീട്ടിൽ ചെന്നത് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചേക്കാം. ദാസ്, എന്താ ഇത്? എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? ഇനി നിന്റെ ഇഷ്ടം. ലുക്ക് റാം, പ്രശ്നം എന്നത് പന്ത് പോലാണ്. കണ്ണിനടുത്ത് വെച്ച് നോക്കിയാൽ വളരെ വലുതായിട്ടാ തോന്നുക. ദൂരേക്ക് വലിച്ചെറിഞ്ഞാൽ വളരെ ചെറുതാവും അത്. പന്താണെങ്കിൽ വലിച്ചെറിയാമായിരുന്നു. സൈറ ഭാനുവിന് എങ്ങനെയാ? അവള് പന്ത് പോലല്ലേ? മനസ്സിലായി. നിങ്ങൾക്ക് സൈറ ബാനുവിനോട് പ്രേമമല്ല, കോപം. ആ കോപം കളഞ്ഞാൽ പ്രശ്നം സോൾവ്. പന്തിലെ കാറ്റ് പോലെ കോപം എങ്ങനെ കളയാനാ? അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ദാസ് ഇങ്ങോട്ട് മാറി നിൽക്ക്. യെസ് മാഡം. ഇപ്പം ഇയാള് സൈറ ബാനു. അകത്തുള്ളതൊക്കെ ഒന്ന് ഛർദ്ദിക്കാം. മാം, രാവിലെ ഇവനാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അതെന്റെ മുഖത്തേക്ക് ഛർദ്ദിക്കാനാ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ട്രീറ്റ്മെന്റ്. സോറി മാം. രാംരാജ്, ഒരു തവണ കണ്ണടിച്ച് ഡീപ് ബ്രീത്ത് എടുക്ക്. എടുത്തോ. ഇപ്പൊ സൈറ ബാനു ചെയ്ത മൊത്തം അട്രോസിറ്റീസ് ഓർമ്മിക്ക്. അങ്ങനെ അങ്ങനെ. കം ഓൺ, മൗണ്ട് അപ്പ്, മൗണ്ട് അപ്പ്. ഇനി കണ്ണു തുറക്ക. എന്തായിരിക്കും ഉദ്ദേശം? എടി സൈറ ഭാനു, നീ എന്നെ എത്രമാത്രം ടോർച്ചർ ചെയ്തവളാ. സ്വന്തം നാട്ടുകാരനാണെന്ന് പോലും കണക്കാക്കിയോ നീ? നീ ഹോസ്റ്റലിൽ മാറുമ്പോ നിന്റെ ഡ്രസ്സും ബക്കറ്റും വെള്ളം എടുത്ത് പുറകെ വരണോ അല്ലേ? നിന്റെ അലക്കിയിട്ട് ഡ്രസ്സ് മുഴുവൻ ഞാൻ തേച്ചു തരണോ അല്ലേ? പോട്ടെ, ഇതൊക്കെ ചെയ്തിട്ട് നീ എന്നോട് അല്പം കരുണ കാണിച്ചിട്ടുണ്ടോ? രതീഷ്, സതീഷ്, സുരേഷ്, പ്രകാശ്, റേഡിയോയിൽ കേൾക്കുന്ന പോലെ എത്ര ബോയ് ഫ്രണ്ട്സ് ആടി നിനക്ക്? കാണുന്നവരോട് മുഴുവൻ പ്രേമമല്ലേ? ആ സൈറബാനുവിന്റെ ഫോൺ നമ്പർ തരുമോ? ആ ഫോണിങ് ഞാൻ മേടിച്ചു തന്ന ഫോണും കൊണ്ട് നാട്ടുകാരോട് മുഴുവൻ സൊല്ലാൻ നാണമില്ലേ നിനക്ക്? ഒരു ഫോൺ. എന്താ മേഡം ഇത്? ലൈക്ക് വണ്ടർ. എന്റെ ദേഷ്യം മുഴുവൻ പോയി. അതിന്റെ കൂടെ എന്റെ ഫോണും പോയി. പോയെങ്കിൽ പോട്ടടോ. തന്റെ ഒരു യൂസ്ലെസ് ഫോൺ. രാംരാജിന്റെ ദേഷ്യം പോയല്ലോ, അതാ എനിക്ക് വേണ്ടത്. മേഡം, ഒരു ദിവസം കൊണ്ട് മരിക്കാനുള്ള ചിന്ത പോയി. 10 ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ ജീവിക്കാൻ ഒരു റൂട്ട് കിട്ടിയേനെ. പ്ലീസ് മേഡം. അതിന് ചേച്ചി ഇവിടെ ഉണ്ടാവില്ല. ഇന്ത്യയിലേക്ക് തിരിച്ചു പോകും. ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നത് വരെ രാംരാജ് നമ്മുടെ വീട്ടിലുണ്ടാവും. ചേച്ചി, നിങ്ങൾ കളിക്കാൻ പന്ത് വേണമെന്ന് പറയുന്നു, അയാൾ ജീവിക്കാൻ പന്ത് വേണമെന്ന് പറയുന്നു. എക്സാക്ട്ലി മേഡം. നിങ്ങൾ മാത്രം വിക്കറ്റ് കീപ്പർ പോലെ എല്ലാം ക്യാച്ച് ചെയ്യുന്നു. ബാദ്ഷാ, പറഞ്ഞിരുന്ന പണി എന്തായി? ജാനകിയെ കണ്ടു. എത്രയും വേഗം കാര്യങ്ങൾ നടക്കും. സാധുബായുടെ ആളുകൾ നിന്നെ തേടി ഇറ്റലിയിൽ വന്നിട്ടുണ്ട്. ഡോണ്ട് വറി. നിങ്ങൾ അച്ഛന്റെ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ. അതെന്തിനാ നിങ്ങൾ വയലന്റ് ആയത്? പുറകിൽ നിന്ന് കൈവച്ചാൽ എന്റെ റിയാക്ഷൻ എപ്പോഴും വയലന്റ് ആയിരിക്കും. ഹായ്, മീറ്റ്
ഇന്നത്തെ സ്റ്റാർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ഇന്ന് നമ്മുടെ സെലിബ്രിറ്റി പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ ചെകുത്താന്റെ ദോസ്ത്, ഹിംസ എന്റെ ഹോബി, ബ്ലഡ് റെവല്യൂഷൻ, രക്തം കുടിക്കുന്ന മനുഷ്യൻ, മാറി നിൽക്ക് മതിലടിയും, കിടന്ന പായ കാണാനില്ല തുടങ്ങിയ ഹിംസാത്മക ചിത്രങ്ങളുടെ സൃഷ്ടാവ് റിവഞ്ച് നാരായണത്ത് രാജുവിനോടുള്ള മുഖാമുഖം. നാരായണത്ത് രാജു സാർ, നമസ്കാരം. സ്റ്റോറി ഡിസ്കഷന് ഷാജി കൈലാസ് സാർ കുമരകം പോലുള്ള റിസോർട്ടിലേക്ക് പോവാറുണ്ട്. മേജർ രവി സാർ ചെന്നൈയിലേക്കാണ് പോവാറുള്ളത്. താങ്കൾ എവിടേക്കാണ് പോവാറ്? കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക്. യെസ്, ഞാൻ സ്റ്റോറി ഡിസ്കഷൻ ക്രിമിനൽസിനോടാണ് നടത്താറ്. അതെന്താ ഡയറക്ടർ റൈറ്റേഴ്സിന് കൂടെ പോകാതെ ക്രിമിനൽസിന് കൂടെ നടത്തുന്നത്? എനിക്ക് റൈറ്റേഴ്സ് സിങ്ക് ആവില്ല, ക്രിമിനൽസെ കണക്ട് ആവും. നിങ്ങളുടെ പടങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഹീറോയിൻസിനോട് നിങ്ങൾക്ക് അഫേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് സത്യമാണോ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. ഓഫ് ദ സ്ക്രീൻ ഞങ്ങളുടെ കെമിസ്ട്രി വർക്കൗട്ട് ആയാലേ ഓൺ ദ സ്ക്രീൻ ഹീറോ ഹീറോയിൻ കെമിസ്ട്രി വർക്കൗട്ട് ആവും. സർ, ഡയറക്ടർ ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയാറുണ്ടല്ലോ. അതൊരു നോൺസെൻസാ. എന്റെ ദൃഷ്ടിയിൽ ഡയറക്ടർ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പോ, ഡ്രൈവർ ഓഫ് ദ ടാക്സിയോ, പൈലറ്റ് ഓഫ് ദ പ്ലെയിനോ, ഓണർ ഓഫ് ദ ബ്രാൻഡ് ഷാപ്പോ അല്ല, കള്ളൻ. കള്ളനോ? തന്റെ ക്രിയേറ്റിവിറ്റി കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സ് അടിച്ചെടുത്ത് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന പെരും കള്ളൻ. വളരെ നല്ല റിപ്ലൈ. റീസെന്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത കത്തിക്കുത്തുന്ന സിനിമയിലെ വില്ലൻ ക്യാരക്ടർ മാഫിയ ഡോൺ ക്രേസി റോബർട്ടിനെ പോലുണ്ടെന്ന് പറയുന്നു, ശരിയാണോ? എന്നാൽ സിനിമയിൽ നിങ്ങൾ അയാളെ കുറിച്ച് കാണിച്ചതൊക്കെ നിങ്ങളുടെ മുന്നിൽ ക്രേസി റോബോട്ട് ഒരു ഡോണാ. പക്ഷെ എന്റെ റിസർച്ചിൽ എന്താ തെളിഞ്ഞെന്നറിയോ? ഒരു ബഫൂണാണെന്ന്. ബ്രോക്കർ, ജോക്കർ, ലോഫർ, ഡാഫർ. ആക്ച്വലി ആദ്യം അവന് വയസ്സൻ ഡോണുകൾക്ക് കാലുതിരുമലായിരുന്നില്ലേ ജോലി. എല്ലാ കഴുതിക്കും ഒരു നല്ല കാലം വരുന്നത് പോലെ ഈ തെണ്ടിക്കൊരു ടൈം വന്നു. അങ്ങനെ ഡോങ്കി ഡോണായി. അയാളുടെ അടുത്ത് നിങ്ങൾക്ക് ത്രെട്ടനിങ് കോളൊന്നും വന്നില്ലേ? ഒരു ദിവസം ഫോൺ ചെയ്ത് നിങ്ങൾക്ക് 4 കോടി തരാം, ഇനി എന്നെ നാറ്റിക്കില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ വല്ല രാം ഗോപാലവർമ്മയോടും പറയാൻ പറഞ്ഞു ഞാൻ. അവൻ പേടിച്ച് ഫോൺ കട്ട് ചെയ്തു. സർ, നിങ്ങളുടെ നെക്സ്റ്റ് ഫിലിം ഫുൾ പാരഡൈസ് പാർട്ട് 2. പാർട്ട് 1 ഫ്ലോപ്പ് ആയിരുന്നില്ലേ? അതുകൊണ്ടാ പാർട്ട് 2 കൊടുത്തത്. ഇതും ഫ്ലോപ്പ് ആയാൽ പാർട്ട് 3 കൊടുക്കും. ഓഡിയൻസിനോടുള്ള റിവഞ്ച് ആണല്ലേ? ഇതാണ് റിവഞ്ച് നാരായണത്ത് രാജുവിന്റെ മനോഗതം. ഇനി ഇദ്ദേഹത്തോട് ഓഡിയൻസിനോട് റിവഞ്ചിനായി കാത്തിരിക്കാം. എന്റെ ആൻസർ കേട്ടവൻ ഷോക്കായി കാണും. ഹലോ, ഞാൻ കാശ് കൊടുക്കാനുള്ളവരാണ് ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. ഓക്കെ ശരി, കൊടുക്കാം സാർ. സാർ, കുഴപ്പമില്ല തോന്നണേ. ഇന്ന് എന്തെങ്കിലും സംഭവിക്കും. ക്രേസി റോബർട്ടാ ഇല്ലെന്ന് പറഞ്ഞേക്കട്ടെ. സാർ, എന്താടാ റോബർട്ടെ തെറ്റി? എന്താടാ എന്ത് തോന്നിവാസാ നീ പറയുന്നത്? നിന്റെ അണ്ണാക്കി ഞാൻ വെടിയുണ്ട കയറ്റും. നിർത്തടാ. 2 ദിവസം കഴിയുമ്പോ ഞാൻ ഇറ്റലിയിലായിരിക്കും. നിനക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ, നിന്റെ ഗണ്ണിൽ ബുള്ളറ്റ്സ് ഉണ്ടെങ്കിൽ, ഫ്ലൈറ്റിന് ടിക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ വന്നാ കാണാം. എന്തിനാ സാർ എല്ലാവരോടും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഈ പ്രായത്തിൽ മാഫിയക്കാരെ പിണക്കണോ? എടാ, മാഫിയ എന്ന് പറഞ്ഞ അണ്ടർവേൾഡ്. താഴെ കിടക്കുന്നവനാണെന്ന്. താഴെ കിടക്കുന്നവരൊന്നും എനിക്ക് പേടിയില്ല. മുകളിലുള്ളവരോ എനിക്ക് ബഹുമാനമില്ല. അടുത്ത് നിൽക്കുന്നവരെ കാണാനും ഇഷ്ടമല്ല. ടൈമിംഗ് അടിപൊളിയായില്ലേ? ട്വിറ്ററിലിട്ടേക്ക്. മോളെ ജാനകി, മോളെ ഇന്ത്യയിൽ നിന്ന് റിവഞ്ച് നാരായണത്ത് രാജു എന്ന് പറഞ്ഞ ഡയറക്ടർ വന്നിട്ടുണ്ട്. അയാൾക്ക് ലൊക്കേഷൻ കാണിച്ചു കൊടുക്കണം. എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്. നീ ഫ്രീ ആണെങ്കിൽ? നോ പ്രോബ്ലം അലേച്ചാൻ, ഞാൻ മാനേജ് ചെയ്തോളാം. ദാസ് ലേറ്റ് ആവുന്നു. മാഡം വിളിച്ചിരുന്നു പുറത്തു പോകാൻ. അതെ വരുന്നടാ. ആ റിലേ പോയ പെണ്ണുമ്പിളോട് കൂടെ പണിയെടുക്കാൻ വലിയ പ്രയാസമാടാ. പ്രയാസമുള്ളത് അച്ചീവ് ചെയ്യാനൊരു സുഖമല്ലേ? സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാതെ ഈ സിനിമക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്ന എന്തിനാ? രാംരാജ്, ഇവിടെ വന്നതിൽ എന്റെ സ്വാർത്ഥതയും കൂടിയുണ്ട്. മാഡത്തിന് സ്വാർത്ഥതയോ? ഞാൻ വിശ്വസിക്കില്ല. പേഴ്സണൽ സ്വാർത്ഥതയല്ല, സോഷ്യൽ സ്വാർത്ഥത. സൗണ്ടിങ് നന്നായിട്ടുണ്ട്. മീനിങ് എന്താ മാം? ഒന്നുമില്ലെന്നേ. ഈ ഡയറക്ടർ ട്വിറ്ററിലിടുന്ന ട്വീറ്റ്സ് ഞാൻ നോക്കിയിട്ടുണ്ട്. മൊത്തം ഇറാഡിക്കൽസാ. ഇയാൾക്ക് സ്ത്രീകളോട് റെസ്പെക്ട് ഇല്ല, പിള്ളേരോട് സ്നേഹമില്ല, സമൂഹത്തോട് ബാധ്യതയില്ല. സെക്സ്, വയലൻസ്, ബ്രൂട്ടലിറ്റി, ക്രൂവൽറ്റി, ഇതൊക്കെയാ. അതുകൊണ്ട് ഇയാൾ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുത്ത് നമ്മുടെ ഫിലോസഫിയുടെ ഒരു പടം എടുപ്പിച്ച് അത് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യിപ്പിക്കണം. എന്തെന്നാൽ സിനിമ എന്നത് പവർഫുൾ മീഡിയമാണ്. ശരിയാ. പണ്ട് കുറെ ആളുകൾ സാഗര സംഗമം കണ്ട് ഭരതനാട്യം പഠിച്ചു. വേറെ ചില ശങ്കരാഭരണം കണ്ട് മ്യൂസിക്, ഇടുക്കി ഗോൾഡ് കണ്ട് കഞ്ചാവ് കൃഷി പഠിച്ചു. മിണ്ടാതിരിക്കെ. ഇതൊക്കെ ബാഡ് കമ്പാരിസണാ. ഡയറക്ടർ വരുന്നുണ്ട്. എടാ സൂര്യ, ആ കോർഡിനേറ്റർ ഗോപിയോട് ചോദിക്കും ഇതുപോലെ നടക്കുമെന്ന്. ഓക്കെ സാർ. ഗുഡ് മോർണിംഗ് സർ. ഗോപി സർ പറഞ്ഞു. അവൻ എവിടെയാ? സർ ആക്ച്വലി ചത്തുപോയോ? ഇല്ല സർ, അദ്ദേഹത്തിന് വേറെ പണിയുള്ള കാരണം ഞങ്ങളെ അയച്ചത്. അവനും 2 അസിസ്റ്റൻസോ? സർ, ഇരുന്നിട്ട് കൂളായിട്ട് സംസാരിക്കാലോ. സർ, ഇതാണ് മിലാൻ ലൊക്കേഷൻ. എടാ, ആ മഹേഷ് പണ്ഡിറ്റിന്റെ പടം റിലീസായിട്ട് എന്തായി? 8 നിലയിൽ പൂട്ടി സാർ. കാണാൻ വന്നൊരു കസേര കുത്തി കീറി. അവര് പിടിച്ചു വെച്ചു ഹീറോയും പ്രൊഡ്യൂസറെ. ഹലോ. ആ ബാബു, ഞാൻ റിവഞ്ച് നാരായണത്ത് രാജു സംസാരിക്കുന്നത്. എന്താ നാരായണത്ത് രാജ്? എന്റെ സിനിമ കണ്ടോ? നിങ്ങളൊന്ന് അഭിനന്ദിക്കാനാ വിളിച്ചത്. പടം സൂപ്പർ ഹിറ്റ് അല്ലേ? എന്ത്? ബയേഴ്സും എക്സിബിറ്റേഴ്സും ദൈവത്തിന്റെ ഫോട്ടോ മാറ്റിയപ്പോ നിങ്ങളുടെ ഫോട്ടോ വെച്ചാ പൂജിക്കുന്നത്. നേരോ? സർ, നിങ്ങൾ പറഞ്ഞ സിറ്റുവേഷന് ഈ ലൊക്കേഷൻ ആപ്റ്റ് ആണോ? പറഞ്ഞ സിറ്റുവേഷൻ ഇവിടെ ഏത് ലൊക്കേഷൻ ആയാലും അധികം. എടോ സൂര്യ, റെക്കോർഡ് ചെയ്തോളൂ. ഫ്രെയിം വെച്ചാൽ 10 റൗഡികൾ പേ പിടിച്ച നായ്ക്കളെ പോലെ ഓടി വരുന്നു. എന്താടാ സൂര്യ, വിഷ്വൽസ് കണ്ണിലേക്ക് ഇടിച്ചു കയറുന്നത്? ഇന്നലെ അടിച്ചെന്റെ കെട്ടുവിട്ടില്ലേ? അവരിങ്ങോട്ടാ വരുന്നേ. രാംരാജ്, ആഞ്ഞെറിഞ്ഞ പന്ത് അതേപടി തിരിച്ചു വരാറില്ലേ? പണ്ട് ടൂറിന് വന്നൊരു ഗ്യാങ്ങിനെ നമ്മൾ പോലീസിന് പിടിച്ചു കൊടുത്തില്ലേ? പക വീട്ടാൻ വേണ്ടി അവരിപ്പോ ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുക. നോ, അവര് വരുന്നത് എന്നെ തേടിയാ.
ഇത്ര ക്രേസി ആയി അവർ വരണമെന്നുണ്ടെങ്കിൽ ആ ക്രേസി റോബോട്ട് അയച്ചതായിരിക്കും. നോ, അവര് വരുന്നത് എന്നെ തേടിയാ. അല്ല, എന്നെ തേടിയാ. എന്നെ തേടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല എന്നെ തേടിയാ. അവരുടെ കൈ കെട്ടി ശരിയാക്കും നിങ്ങളെ. വാ. കൈ കിട്ടിയ കൊന്നുകളയോ അവര്. നിങ്ങൾ ചാവാൻ തയ്യാറായതല്ലേ? അറ്റ്ലീസ്റ്റ് അവരൊന്ന് എതിർത്തൂടെ? അതുകൊണ്ടല്ല. എന്തുകൊണ്ടല്ല? അന്ന് മലമുകളിൽ നിന്ന് നിങ്ങൾ ചാടാൻ ഒരുങ്ങിയില്ലേ? അവരെയും കൂടെ പിടിച്ചോണ്ട് ഇപ്പൊ ചാടിയാലെന്താ? ഞാനിങ്ങനെ അവരെ ആ വരുന്നത് റൗഡികളല്ല, നിന്റെ സൈറ ബാനുവിന്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് വെച്ചു. ഇപ്പൊ അവള് നിനക്ക് ചെയ്ത ദ്രോഹം മൊത്തം ഓർത്തു നോക്ക്. ഇപ്പൊ ബോഡിയിലുള്ള മൊത്തം എനർജിയും കൈമുഷ്ടിയിലേക്ക് കൊണ്ടുപോകും. അടിച്ച് ഓരോരുത്തരെയും ബൗണ്ടറി കടത്തുന്ന പന്ത് പോലാക്കണം. ഗോ. ആ റോബോട്ടിന് ഇറ്റലിയിലും നെറ്റ്വർക്ക് ഉണ്ടോ? നിങ്ങൾ എന്ത് വിചാരിച്ചേ? മാഫിയ എന്ന് പറഞ്ഞ വെറുതെയാ? കണ്ടു എങ്ങനെയുണ്ട്? എടുത്തിട്ട് പൂശില്ലേ മാഡം? എങ്ങനെയുണ്ടെന്ന് നോക്കും ഏയ് ദാസ്. സോറി. എന്താ മേഡം നിങ്ങളുടെ ഒരു പവർ? അടിച്ചിട്ട് മാഡത്തിന്റെ പവർ എന്നെ ചതിച്ച സൈറെ പോലും ഞാൻ തല്ലിയിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ ഇത്രയും പേരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനാ? എല്ലാം മാം തന്ന ഇൻസ്പിറേഷൻ, അവരുടെ വാക്കുകൾ തന്ന മോട്ടിവേഷൻ, മാമിന്റെ പവറുള്ള പ്രൊവോക്കേഷൻ. ഇത് തന്നെയാ സോപ്പ് ഡിലേഷൻ. ഐ എം കൺഫേമിംഗ്. നിങ്ങൾ മനസ്സുവെച്ചാ ആടുന്ന പാവ ആറ്റം ബോംബാവും. മണ്ണിനെ പൊന്നാക്കി മാറ്റാം. സ്വിമ്മിംഗ് പൂളിൽ സുനാമി വരും. തുമ്മലിൽ നിന്ന് കൊടുങ്കാറ്റുണ്ടാക്കാം. കൈയില്ലാത്തവനെ കുംഫു പഠിപ്പിക്കും. ഊമയെ കൊണ്ട് മിമിക്രിയും ചെയ്യിക്കും. ഇതെന്താ ചേച്ചി, എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാതെ പച്ചവെള്ളം പോലും കുടിക്കാത്ത ആള് ഏതോ ഭ്രാന്തിയെ പോലെ ഭക്ഷണം കടിച്ചു കയറി കഴിക്കുന്നത്? ഇനി ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി ലൈഫിൽ ഇരുന്നു കൊണ്ട് കഴിക്കാനുള്ള അർഹത സമ്പാദിച്ചു. ഏതാണാവോ ലൈഫ് ടൈം അച്ചീവ്മെന്റ്? ഒന്നാണോ രണ്ടാണോ? ചാകാൻ ഇറങ്ങിയ പീറ്ററിനെ ബിസിനസ്സുകാരനാക്കി മാറ്റി. പോക്കറ്റടിക്കാരൻ ജെയിംസിനെ പ്രശസ്തനാക്കി. പാത്രം കഴുകി നടന്ന ദാസിന് ജീവിതം കൊടുത്ത് റൈറ്ററാക്കി. ഇതിലൊക്കെ ഉപരി കുത്തിമലത്താൻ വന്ന റൗഡികളെ കൊച്ചുകുട്ടികളുടെ മനസ്സുള്ള രാംരാജിനെ കൊണ്ട് തുരത്തി അടുപ്പിച്ചു. ജസ്റ്റ് ബിക്കോസ് ഓഫ് മൈ മോട്ടിവേഷൻ. സത്യത്തിൽ ഞാൻ ആലോചിച്ചു പോവാ, ഇത്രയും പവർ എനിക്കുള്ളപ്പോ ഞാൻ എന്തിനു ലിമിറ്റഡ് ആവണം? അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കാം. എന്താ അത്? അണ്ണ ഹസാര ടൈപ്പിൽ ഒരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം. കറണ്ട് കട്ട് അവസാനിപ്പിക്കണം. പെട്രോളിന്റെ വില കുറയ്ക്കണം. മദ്യപാനം അവസാനിപ്പിക്കണം. എന്തിനാ അവസാനിപ്പിക്കുന്നത്? എല്ലാവർക്കും അഹങ്കാരം കൊണ്ടാണ് കണ്ണടയുന്നെങ്കിൽ നിനക്ക് അറിവില്ലായ്മ കൊണ്ടാണ് കണ്ണടയുന്നത്. ആദ്യം അപ്സ്റ്റേറിലെ മദ്യപാനം ഒന്ന് നിർത്തി. എന്താ നിങ്ങൾ എന്നോട് പറയാതിരുന്നത്? ആ ദാസും രാംരാജും ചേച്ചിയെ ചീറ്റ് ചെയ്യാ. ഇപ്പൊ അവര് മദ്യപിച്ചുകൊണ്ടിരിക്കുക. ഇംപോസിബിൾ. എന്റെ ശിഷ്യന്മാർ അങ്ങനെ ചെയ്യില്ല. ചെന്ന് നോക്കാം. ദാസേ, ബോസേ, ഇന്നലെ നമ്മൾ അടിച്ച കാറ്റിൽ പന്ത് ബൗൺസ് ആയിട്ടുണ്ടാവും. ഏതായാലും നിന്റെ ബാസ്കറ്റിലൊന്നും വീഴാൻ പോകുന്നില്ല. അതെന്താടാ? ജാനകി മാഡം മദർ തെരേസ ആകുമെന്നല്ലാതെ മിസ്സിസ് രാമരാജനൊന്നും ആകാൻ പോകുന്നില്ല, അത് ഉറപ്പാ. കനക മഹാലക്ഷ്മിയെ പോലെ തോന്നുന്നുണ്ടോ? എടാ, എനിക്ക് മനസ്സിൽ തോന്നിയത് മാഡത്തിന് എങ്ങനെ മനസ്സിലായി? അതാ എനിക്കും മനസ്സിലാകാത്ത. നിങ്ങൾ എന്റെ ശിഷ്യന്മാരല്ലേ, അത് മാത്രം അറിയാതെ വരുവോ? മാഡം, പുകഴ്ത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഇന്ന് മാത്രം എന്നെ തടയരുത് പ്ലീസ്. എന്തിനാ രാംരാജ് സ്ട്രഗിൾ ആകുന്നേ? പറഞ്ഞോളൂ. ബോസ് സാധാ ബാറ്റ്സ്മാൻ ഒന്നും അല്ല, അടിക്കുന്നതൊക്കെ സിക്സ്. DIG ബൽറാം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനമായ സിൻസിയർ പോലീസ് ഓഫീസർ മാഫിയകൾക്ക് ബലിയായത് റിയലി അൺഫോർച്ചുനേറ്റ്. മിസ്റ്റർ ബൽറാമിന്റെ ടീമിൽ പ്രവർത്തിച്ചിരുന്ന യങ് ഓഫീസർ ആദി വിൽ ഷെയർ ഹിസ് മെമ്മറീസ് വിത്ത് us.
ഓൾവേസ് കം ഫ്രം ഇൻസ്പിറേഷൻ. അനവധി യങ് ഓഫീസേഴ്സിന് അദ്ദേഹം ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ആ ബൽറാം സാറിന്റെ മരണത്തിന് കാരണമായ ബാദ്ഷയെ പിടിക്കുകയാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി എന്റെ പ്രാണൻ പോലും ഞാൻ കൊടുക്കും. ഇത് സത്യം. എന്തു പറ്റി മാം? ബാലൻസ്ഡ് ആയിട്ടുള്ള മാം അൺബാലൻസ് ആയി പോയല്ലോ. പിന്നെ അയാൾ നിങ്ങളെ അപമാനിക്കല്ലായിരുന്നു. അയാൾക്ക് അങ്ങനെയൊന്നുമില്ലെന്ന് എല്ലാവരെയും അപമാനിക്കും. അയാളോട് ശോഭിക്കാൻ വേറെയും കാരണമുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താണെന്നേ? രാംരാജ് പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നിങ്ങൾ വേറൊന്നും അന്വേഷിക്കണ്ട, അത്ര തന്നെ. ലക്ഷ്യം നേടുന്നവരെ ബാദ്ഷയെ ഒരു ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. If you won't tell me about Badshah, I will kill you. You want to kill me? Kill me. Kill me. ഒരിക്കൽ അണ്ടർവേൾഡിൽ സെൻസേഷൻ സൃഷ്ടിച്ച ബാദ്ഷാ ഇപ്പോൾ മൗനം പാലിക്കുന്നതിന്റെ കാരണം അറിയണമെങ്കിൽ മക്കായോയിലെ റോയൽ കാസിനോയെ കുറിച്ച് അറിയണം. ബാദ്ഷയുടെ പിതാവ് ധൻരാജ് ആയിരുന്നു റോയൽ കാസിനോയുടെ നടത്തിപ്പുകാരൻ. സാധുബായിയുടെ വരുമാനത്തിന്റെ 50% ഈ റോയൽ കാസിനോയിൽ നിന്നായിരുന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവൻ പിടിച്ചടക്കിയ സാധുബായിക്ക് പക്ഷേ ഹോങ്കോങ്ങിൽ കാലുകുത്താൻ ധൈര്യമുണ്ടായില്ല. അതിന് കാരണം വയലന്റ് വിക്ടറും അവന്റെ മകൻ റൂത്ത്ലെസ് ജോണിയുമായിരുന്നു. ഹോങ്കോങ് താവളമാക്കി ഇന്ത്യയിൽ ഡ്രഗ്സും പെൺവാണിഭവും നടത്തിയിരുന്ന വിക്ടർ ധൻരാജിന്റെ കാസിനോയിൽ കണ്ണുവച്ചു. അജയ്, യെസ് ബോസ്. ഹോങ്കോങ് വിക്ടറിന്റെ ഏരിയ. ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത് സൂക്ഷിച്ചു വേണം. റിമെമ്പർ, വിക്ടർ ഈസ് വെരി ഡേഞ്ചറസ്. ശരി ബോസ്. Stop, stop, stop. Come on, get down. കുടുങ്ങിയോടാ ധനരാജിന്റെ സന്തതി. ആ ലോക്കറിന്റെ കോഡ് നമ്പർ എത്രയാടാ? പറടാ, പറഞ്ഞില്ല കഴുത്ത് കണ്ടിക്ക് ഞാൻ. 2005 1983. ഇതാരുടെ ബർത്ത്ഡേ ആടാ? എടാ ജോണി, ഞങ്ങളുടെ ക്യാഷ് ഫയൽസിന്റെ ഡീറ്റെയിൽസ്, വാൻ വരുന്ന റൂട്ട്, ലോക്കറിന്റെ കോഡ് എല്ലാം നീ അറിഞ്ഞു എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ധൻരാജിന്റെ ടൈഗർ ടൈപ്പ് മകൻ സമീപകാലത്ത് ഫീൽഡിൽ ഇറങ്ങിയ കാര്യം നീ അറിയാതെ പോയി. അതാണ് നിനക്ക് പറ്റിയ വലിയ തെറ്റ്. ആ ടൈഗറിന്റെ പേരാണ് ബാദ്ഷാ. ബാദ്ഷയെ ടച്ച് ചെയ്താൽ അവന്റെ സൗണ്ട് പോലും പിന്നെ കേൾക്കില്ല. ഏയ്, ഇത് ഹോങ്കോങ് ആണടാ. എന്റെ ഫാദർ വിക്ടറിന്റെ ഏരിയ. പിച്ച് നിന്റേതാണെങ്കിലും മാച്ച് എന്റേതാടാ.
ബോൽ തെറ ബബ്കോ ബാദ്ഷാ ആ ഗയാ. ബാദ്ഷാ ഡിസൈഡ് ചെയ്താൽ വാർ വൺ സൈഡ് ആയിരിക്കും. വിക്ടറിന് കൊടുത്ത കനത്താഘാതം. ബാദ്ഷാ, എന്റെ മകൻ. ഇപ്പോഴെന്റെ മകൻ വളർന്നെന്ന് എനിക്ക് ബോധ്യമായി. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആരെന്ന് അവർക്കും. ഫസ്റ്റ് ടൈം നീ വിക്ടർ ഗാങ്ങിനെ ഹോങ്കോങ്ങിൽ വെച്ച് തന്നെ തകർത്ത് കളഞ്ഞു. ഡേ ഗണേഷ്, നീ എന്താ ടെൻഷനായിരിക്കുന്നത്? നാളെ ചേട്ടത്തിയുടെ ജന്മദിനമാണ്. പതിവ് പോലെ എല്ലാ വർഷവും നടത്താറുള്ള ഉദയാസ്തമയ പൂജയ്ക്കുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ടെമ്പിൾ വിക്ടറിന്റെ ഏരിയയിലാണ്. ഈ സിറ്റുവേഷനിൽ അങ്ങോട്ട് പോകുന്നത് അത്ര ശരിയല്ല. അങ്കിൾ, കൊടുത്ത വാക്കും പറഞ്ഞ ഡേറ്റും തെറ്റിക്കുന്നത് ഒരിക്കലും ആണുങ്ങൾക്ക് ചേർന്നതല്ല. അതല്ല ബാദ്ഷാ. മരണമെന്ന ഭയത്തവരെ ഭയപ്പെടുത്തുന്നവനാണ് ബാദ്ഷാ. നമ്മുടെ ജോണി അടിച്ച ബാദ്ഷാ നമ്മുടെ ഏരിയയിൽ വന്നിട്ടുണ്ട്. ഓം വെങ്കടാതിരിവാസ ഓം. വേഗം പോ. ഓം നമോ തസ്തൈരിവാസ ഓം നമോ. വേഗമാകട്ടെ. ബാദ്ഷാ, നിന്റെ അമ്മ ജീവിച്ചിരുന്നപ്പോ അവരുടെ ബർത്ത്ഡേ ഇവിടെ വെച്ച് ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. പക്ഷെ എന്നാൽ കഴിഞ്ഞില്ല. ഇപ്പൊ സാഹചര്യം വന്നപ്പോ അവൾ എന്നോടൊപ്പം ഇല്ലതാനും. എവിടെ ബാദ്ഷാ? അവൻ പോയി. എന്താണ് അവനെ വിട്ടത്? അവനെ കണ്ടിട്ട് പേടി. ആ വിക്രം ബോൽ. 2 വർഷത്തിനപ്പുറം സാധുഭായി സഡനായിട്ടൊരു മീറ്റിംഗ് വെച്ചിരിക്കുന്നു. വൺ മോർ തിങ് ബാദ്ഷാ, നിന്നെയും കൂടി കൂട്ടിക്കൊണ്ടില്ല. സാധുഭായി ഒരിക്കലും ലാസ്റ്റ് മിനിറ്റ് വരെ മീറ്റിംഗിന്റെ സ്പോട്ട് പറയാറില്ല. വി ഹാവ് ടു വെയിറ്റ് ഫോർ ഹിസ് കോൾ. സാധുഭായി, എന്റെ മകൻ ബാദ്ഷാ. ഏത് രാജ്യത്തെ? എന്റെ അച്ഛൻ ഗുസ്തി മത്സരത്തിൽ ജയിച്ച് ബാദ്ഷായപ്പോഴാണ് ഇവൻ ജനിച്ചത്. അന്നു മുതൽ ഇവന്റെ യഥാർത്ഥ പേര് മാറ്റി ബാദ്ഷാ എന്ന് വിളിക്കാൻ തുടങ്ങി. ധൻരാജ്, 20 വർഷമായി നിങ്ങൾ എന്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന എനിക്ക് വിശ്വാസം. കള്ളം. സത്യമായിരുന്നെങ്കിൽ പിന്നെ ഈ ചെക്കിംഗ് എന്തിനായിരുന്നു? ഇറ്റ്സ് എ പ്രോട്ടോകോൾ. ദാറ്റ്സ് നോട്ട് എ പ്രോട്ടോകോൾ. ഭയം. വിക്ടറിന്റെ ഗ്യാങ്ങിൽ ചെന്ന് അവരുടെ ജോണി അടിച്ചപ്പോൾ തന്നെ നിന്റെ ഗട്ട്സ് എനിക്ക് മനസ്സിലായി. ഇപ്പൊ നിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരു അവസരം ഞാൻ നിനക്ക് തരാം. നീ അവസരം തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് യുവർ മഗ്നാനിമിറ്റി, ഇറ്റ്സ് യുവർ നെസസിറ്റി. പണിയെന്താ? കെനിയിൽ നിന്ന് എനിക്ക് ഡെലിവറി ചെയ്യാൻ കണ്ടെയ്നറുമായി വന്ന ആന്റണിയെ വിക്ടറിന്റെ ആളുകൾ കിഡ്നാപ്പ് ചെയ്തു. നീ ഉടനെ അവനെ റിക്കവർ ചെയ്യണം. കാരണം ആ കണ്ടെയ്നർ വളരെ വിലപ്പെട്ടതാ. ഹൗ മച്ച്? മോർ ദാൻ റെക്കോർഡ്. എന്റെ പെർസെന്റേജ് എത്ര? കണ്ടീഷൻ ഫിക്സ് ചെയ്യും. Boys, drop your guns. Badsha, you too. Badsha, leave him. ബാദ്ഷാ, വിട്ടേരെ. Badsha, deal okay. നീ ആന്റണി റിക്കവർ ചെയ്താൽ മെക്കാവിന് നിനക്ക്
but it is very dangerous. മറ്റെന്തിനേക്കാളും ഡേഞ്ചറസ് ആണ് ബാദ്ഷാ. മൈക്കിൾ, ഈ പിള്ളേരൊക്കെ ഫ്ലഡ് വിക്ടിംസ് ആണ്, വെള്ളപ്പൊക്ക ബാധിതർ. ഇവരെ കുറിച്ച് അന്വേഷിക്കാൻ ആരും തന്നെ ഇല്ല. പിറ്റി ചിൽഡ്രൻസ്. ഇവരുടെ അവയവങ്ങൾ കൊണ്ടാണ് നമ്മുടെ കച്ചവടമെന്ന് ഇവർക്കറിയില്ല. സേഫായിട്ട് ഇവരെ ലാബിലെത്തിക്കുക. ഓക്കെ ജനറൽ. ഇവർ ഇന്ത്യൻ എംബസിക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ജോണി, ആന്റണി എവിടെ? ആന്റണി? പക്ഷെ എനിക്കറിയില്ല. നിനക്കറിയില്ലെന്ന് എനിക്കറിയാവടാ. കാരണം ആന്റണിയെ കിഡ്നാപ്പ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടാ. അവനെന്തിനാ ഷൂട്ട് ചെയ്ത്? നാലു മണിക്ക് ഞാൻ ആന്റണിയെ ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. നൗ ദ ടൈം ഈസ് 4. കൊടുത്ത വാക്കും പറഞ്ഞ സമയവും തെറ്റിക്കുന്ന രീതി ബാദ്ഷയ്ക്കില്ല. ബാദ്ഷാ, നിന്റെ അച്ഛൻ പോലും അറിയാതെ സാധുബായിയോട് നമ്മൾ ഈ കളിക്കുന്ന കളിയിൽ ലക്ഷ്യം നേടണമെങ്കിൽ വളരെ സൂക്ഷിക്കണം. ഒരടി പോലും പാളരുത്. അങ്കിൾ, നമ്മൾ ഏറ്റെടുത്ത പണി പൂർത്തിയാക്കുന്നതുവരെ പ്രശ്നത്തെക്കുറിച്ചല്ല, പ്രയോജനത്തെക്കുറിച്ച് ആലോചിക്കുക. വെൽ ഡൺ ബാദ്ഷാ. ആന്റണി നീ റിക്കവർ ചെയ്തു. ഇനി മക്കാവോ നിനക്ക് സ്വന്തം. നീ എടുത്തോ. ബാദ്ഷാ എന്തെങ്കിലും തീരുമാനിച്ചാൽ ദുബായ് ഹോങ്കോങ്ങിൽ നിന്ന് ഒരു RDX കണ്ടെയ്നർ ഇന്ത്യയിലേക്ക് അയക്കുന്നതായി വിവരം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അവിടുത്തെ കമ്മീഷണറുമായി സംസാരിച്ചു. ദേ ആർ വില്ലിംഗ് ടു കോപ്പറേറ്റ് വിത്ത് us. നിങ്ങൾ നിങ്ങളുടെ ടീമുമായി പോയി ഹോങ്കോങ് പോർട്ടിൽ വെച്ച് അവരെ തടയണം. അതിന് നമ്മൾ അങ്ങോട്ട് പോകണോ സർ? ഇവിടുത്തെ പോർട്ടുകൾ അലർട്ടാക്കിയാൽ പോരെ? നമുക്ക് ഇവിടെയുള്ള എല്ലാ പോർട്ടുകളും അലർട്ടാക്കാൻ പറ്റില്ല. ഇന്ത്യക്ക് 6000 കിലോമീറ്ററിനേക്കാൾ ഏറെ കോസ്റ്റ് ലൈൻ ഉണ്ട്. അവർക്കത് എവിടെ വേണമെങ്കിലും അൺലോഡ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇതുവരെ ഇന്ത്യയിലേക്ക് RDX എത്തിയിട്ടുള്ളതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഗോട്ട് ഇറ്റ് സർ. ഇന്ന് തന്നെ ടീമുമായി ഞാൻ പുറപ്പെട്ടോളാം. ആൻഡ് വൺ മോർ തിങ്, ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആകുന്നവരെ എല്ലാം കോൺഫിഡൻഷ്യൽ ആയിരിക്കണം മിസ്റ്റർ ബാലാജി. നിങ്ങളുടെ ടീമിന് പോലും ഡീറ്റെയിൽസ് കൊടുക്കണ്ട. യെസ് സർ. സാധുബായ്, ഹോങ്കോങ് പിടിച്ചെടുക്കാൻ നിങ്ങൾ ഒരുപാട് കാലം ശ്രമിച്ചതല്ലേ, പക്ഷെ നടക്കാതെ പോയി. ഇപ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്കത് സറണ്ടർ ചെയ്യാൻ പോകുന്നു. കാരണം ഇപ്പോഴെൻ്റെ മോനില്ല. അവനില്ലാതെ എനിക്ക് എന്നോട് താല്പര്യവുമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആകെപ്പാടെയുള്ള ആശ ബാദ്ഷയുടെ മരണമാണ്. അതിന് നിങ്ങളുടെ സഹായം വേണം. അവൻ എൻ്റെ ആളാ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങളുടെ കിണവ് മക്കാവോ എടുത്തത്? സാധു, അവൻ നാടകം കളിച്ച് ആന്റണിയെ കിഡ്നാപ്പ് ചെയ്ത് മക്കാവോ കൈക്കലാക്കി. ചിയേഴ്സ്. ചിയേഴ്സ്. ചേട്ടാ, ഓർമ്മയില്ലേ, ഇന്ന് ഡേവിഡിന്റെ മകന്റെ കല്യാണമാണ്. ബാദ്ഷാ, നീ പോയി കല്യാണം അറ്റൻഡ് ചെയ്യ്. നമ്മുടെ റോബർട്ട് അങ്കിൾ നമുക്ക് വേണ്ടപ്പെട്ടയാളാ. ഓരോരുത്തരും കല്യാണം കഴിക്കുന്നു. ഇനി ഇവന്റെ കല്യാണം എന്നാ? അവൻ കൊച്ചു പയ്യനല്ലടാ. ഇവനാണോ കൊച്ചു പയ്യൻ? ചേട്ടത്ത് ജീവിച്ചിരുന്നെങ്കിൽ ഇവന്റെ കല്യാണം എന്നേ നടന്നേനെ. അങ്കിളെ, എനിക്കിപ്പോ കല്യാണം എന്തിനാ? അതൊക്കെ പിന്നെ ബൈ. ബാദ്ഷാ ഡേവിഡിന്റെ മകന്റെ കല്യാണത്തിന് വേണ്ടി സെന്റ് പോൾ ചർച്ചിലേക്ക് പോയിട്ടുണ്ട്. ബാദ്ഷാ, മക്കാവോ മേയർ നമ്മുടെ കാസിനോയിൽ വരുന്നുണ്ട്. നീ റിസീവ് ചെയ്യണം. മാരേജിന് ഞാനവനും പോയിക്കൊള്ളാം. ഓക്കെ ഡാഡ്. അവൻ എൻ്റെ അനിയൻ. എനിക്കെല്ലാമായിരുന്നു. അവസാന നിമിഷം വരെ എനിക്ക് വേണ്ടി ജീവിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു. ആ വിക്ടറിനെ ഇനി വിടരുത്. വിക്ടർ മാത്രമല്ല ഡാഡ്, ഇതിന്റെ പിന്നിൽ ആ സാധുഭായ് കൂടി ഉണ്ട്. സാധുഭായ് എന്നെ എന്തിനാ കൊല്ലാൻ ശ്രമിക്കുന്നത്? കൊല്ലാൻ ശ്രമിക്കുന്നത് ഡാഡിനെ അല്ല, എന്നെ. ശ്രവൺ, സാധുഭായ് को फोन लगाओ. Come on, do it. Hello. ബായ്,
Basha is missed. I know that. Is that good news to tell me? Kill Basha and call me back. ബാദ്ഷയുടെ മാറുന്ന വാർത്ത എനിക്ക് കേൾക്കണം. Done. 20 വർഷം ഞാൻ സാധുവിന് വേണ്ടി പണിയെടുത്തു. എന്റെ ഭാര്യയിൽ നിന്ന് വിട്ടുതന്നു. അങ്ങനെയുള്ള എന്റെ മകനെ അവൻ കൊല്ലാൻ തുനിയുന്നു. ഈ നന്ദി കെട്ടവന് വേണ്ടിയാണോ ഞാൻ പണിയെടുത്തത്? വിശ്വാസവഞ്ചന കാണിച്ചവനെ ഇനി ഒരു നിമിഷം പോലും ജീവിക്കാൻ അനുവദിക്കരുത്. അവനുള്ള മറുപടി എത്രയും പെട്ടെന്ന് കൊടുക്കണം. ബാദ്ഷാ, എന്റെ അനുജന്റെ മരണത്തിന് കാരണമായ വിക്ടർ, അവനെ അതിന് നിയോഗിച്ച സാധുബായ്, ആരെയും വിട്ടുവെക്കരുത്. ഇനി മാഫിയയ്ക്ക് ഒരേ ഒരാളെ ഉണ്ടാവാൻ പാടുള്ളൂ. അത് നീ തന്നെയായിരിക്കണം. ബാദ്ഷ ഈസ് വെരി ഡേഞ്ചറസ്. എന്റെ മകനെ അവനാണ് കൊന്നത്. സാധുബായുടെ കയ്യിൽ നിന്ന് മെക്കാവ തട്ടിയെടുത്തു. അത് മാത്രമല്ല, സിംഗപ്പൂർ, മലേഷ്യ, ഹോങ്കോങ്, ഫിലിപ്പീൻസ്, മൊത്തം ഏഷ്യ കൈയടക്കി ഭരിക്കാനുള്ള ശ്രമമാണ് അവൻ നടത്തുന്നത്. ഹീസ് എ കോൺകറർ. ബായ്, അതിന് ഇവരെ ഒന്നും ആവശ്യമില്ല. ഭാഷയെ മാത്രമല്ല, അവന്റെ തന്തയെ വരെ ശരിയാക്കാൻ ഞാൻ മാത്രം മതി. ഞാൻ നേരിടാൻ പോകുക അവനേക്ക്. ശത്രുവിനെ കൊല്ലുമെന്ന് പ്രതിജ്ഞയെടുത്ത പോരടാ, കരുത്തുണ്ടാവണം. ഇന്ന് നീ ഇവിടെ വെച്ച് എന്റെ കൈകൊണ്ട് മരിക്കാൻ പോകുക. മുത്തച്ഛൻ എനിക്ക് പേര് വെച്ചത് ചത്ത് ശ്മശാനത്തിൽ പോവാനല്ല, ചരിത്രമുണ്ടാക്കാനാ. അച്ഛാ, Death solve all problems. No man, no problem. ജീവിക്കണമെന്നുള്ളവർ ബാദ്ഷയ്ക്ക് പിന്നിൽ, മരിക്കണമെന്നുള്ളവർ ബാദ്ഷയ്ക്ക് മുന്നിൽ. हेलो बादशाह, विक्टर का खेल खत्म, मैदान साफ हो गया. आप तेरी बारी का सदो. ബാദ്ഷാ, എന്നെ ടച്ച് ചെയ്യുന്നത് നിനക്ക് അത്ര ഈസി അല്ല. എന്നോട് എതിർത്ത കൊറിയൻസ്, മലേഷ്യൻസ്, ഇന്തോനേഷ്യൻസ് എല്ലാവരെയും കൊന്നൊടുക്കിയിട്ടാ ഞാൻ ഈ എംപയർ ക്രിയേറ്റ് ചെയ്തത്. നിന്റെ എംപയർ കോൺകർ ചെയ്യാനാ ബാദ്ഷാ വന്നിരിക്കുന്നത്. യുവർ ടൈം ഈസ് ഓവർ. ആജ് എ ബാദ്ഷാ ഗെയിം ഷുറു. വിത്തിൻ നോ ടൈം മാഫിയ ലോകത്തൊന്നും സാധുബായുടെ പേര് തുടച്ചു നീക്കപ്പെടും. അതിന് നിന്റെ ഈ കപ്പാസിറ്റി പോരടാ. ബാദ്ഷാ സ്റ്റാമിനയുടെ മുമ്പിൽ നീ ബ്ലാസ്റ്റ് ആയി പോവും സാധു. വിക്ടർ ഗ്യാങ്ങിനെ നീ ഈസിയായി തീർത്ത പോലെ അല്ല ഈ സാധുബായുടെ ഗ്യാങ്. ബാദ്ഷാ ഡിസൈഡ് ചെയ്താൽ വാർ വൺ സൈഡ് ആയിരിക്കും. യുദ്ധം ആരംഭിച്ചതും നിനക്ക് വേണ്ടി, അവസാനിപ്പിക്കുന്നതും നിനക്ക് വേണ്ടി.
Till then, take a break. സാധുഭായ്, റോബർട്ട്, ബാദ്ഷയെ കൊല്ലാനുള്ള ആഗ്രഹം തീർക്കാതെയാണ് നിന്റെ സഹോദരൻ മരിച്ചത്. ഇപ്പോ അവർ കോമൺ ടാർഗറ്റ് ബാദ്ഷ. താങ്ക് യു സാധുഭായ്. നൗ യു ആർ ലൈക്ക് മൈ ബ്രദർ. വിക്രം, ഇമ്മീഡിയറ്റ് ആയി എന്റെ കണ്ടെയ്നർ ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആദി, come this side. I say come this side. ലാസ്റ്റ് മിനിറ്റ് വരെ എന്നോട് ഈ ഓപ്പറേഷനെ കുറിച്ച് പറയാതെ എനിക്കൊരു ഷോക്ക് തന്നു. ഐ ഹാവ് നോ അതർ വേ. അപ്പോ നീ സാധുബായിക്ക് വേണ്ടി പണിയെടുക്കുമായിരുന്നോ? ഫാന്റാസ്റ്റിക് ആദി, കണ്ടെയ്നർ സേവ് ചെയ്ത് നീ എനിക്കൊരു വലിയ ഹെൽപ്പാ ചെയ്തത്. ആൻഡ് നൗ പോലീസിനെ കൊന്ന് കണ്ടെയ്നറുമായി ഇന്ത്യയിലേക്ക് കടന്നത് ബാദ്ഷയാണെന്ന് നിന്റെ ഡിപ്പാർട്ട്മെന്റിനെ വിശ്വസിപ്പിക്കണം. ഓക്കെ ബൈ. ഭായ്, ബാദ്ഷായെ ഫ്രെയിം ചെയ്യാനല്ല, ഡയറക്റ്റ് ആയിട്ട് കൊല്ലാനുള്ള അവസരം വന്നിട്ടുണ്ട്. ഹൗ? സസ്പെൻസ്. ഹലോ. എന്താ മോനെ, 2 ദിവസമായിട്ട് നിന്റെ ഒരു ഫോൺ പോലും ഇല്ലല്ലോ. ഞാൻ കുറച്ച് ബിസിയായിരുന്നമ്മേ. എന്ത് ബിസിയാടാ? നിന്നെ വല്ലാതെ ഞാൻ മിസ് ചെയ്യുന്നു. അതിരിക്കട്ടെ, നീ എപ്പോഴാ വരുന്നേ? ഞാൻ ചെയ്യുന്ന ജോലി ഉടനെ പൂർത്തിയാവുമേ. അത് കഴിഞ്ഞ് ഞാൻ വരാം. ലവ് യു മാ. ലവ് യുടാ. ശ്രദ്ധിക്കണേ. ബൈ. ഹലോ. പാച്ചാ, അപ്പൻ എന്റെ കൂടെ ഉണ്ട് മോനെ. വാടാ. നിന്റെ സ്ഥലത്തുനിന്ന് നീ അറിയാതെ നിന്റെ അപ്പനെ ഞാൻ എങ്ങനെ കിഡ്നാപ്പ് ചെയ്തെന്ന് ഓർത്ത് നീ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടോ മോനെ? ഐ ഹാവ് ഫ്രണ്ട്സ്, ദോസ്ത്. എന്തിനു വേണ്ടി? മണി, ഹ്യൂജ് മണി. ബാദുഷയുടെ തന്ത ഇങ്ങോട്ട് കൊണ്ടുപോടാ. പുലി അകത്ത് കിടക്കുമ്പോൾ അഴിക്കുള്ളിലാണെന്ന് സമാധാനിക്കാം. അത് പുറത്ത് വന്ന് വേട്ടയാടാൻ ആരംഭിച്ചാൽ തടയാൻ സാധ്യമല്ല. I regret to announce that our DG Mr. Balram and my entire team and few Hong Kong officers were killed by the local Indian mafia man Bacha and his gang. The Indian police and the Indian government has taken this incident very seriously and we assure you that Bacha will be brought to justice very soon. നിങ്ങൾ അച്ഛൻ്റെ കാര്യം ശ്രദ്ധിക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എനിക്കറിയാം. അപ്പൊ ഇതുവരെ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നുകൊണ്ട് സാധുഭായിക്ക് വേണ്ടി പണിയെടുക്കരുന്ന ACP ആദി. ഐ കോണ്ട് ബിലീവ് ഇറ്റ്. ബാദ്ഷാ പോലീസിനെ കൊന്നുവെന്ന് ആദ്യ പറഞ്ഞ നുണയാണ്. അവൻ തന്നെയാണ് കുറ്റവാളി എന്നതിനുള്ള തെളിവ്. സർ, നിങ്ങൾ തന്ന ലിസ്റ്റിലെ എല്ലാ ഗാങ്സ്റ്റേഴ്സിനും ഞാൻ ഇതിനോടകം ട്രേസ് ചെയ്തു.
ഫൈനൽ ടാർഗറ്റായി സാധുഭായിലേക്ക് റീച്ച് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നടത്തിയ പ്ലേയിൽ പോലീസ് ലിസ്റ്റിൽ ഞാൻ കുറ്റവാളിയായിരിക്കുകയാണ്. നീ പറഞ്ഞത് എനിക്ക് വിശ്വാസമാണ്, പക്ഷെ ഡിപ്പാർട്ട്മെന്റിനെ എങ്ങനെ വിശ്വസിപ്പിക്കും? ആൻഡ് വൺ മോർ തിങ്, ആദ്യം എന്റെ നീസിനെ കല്യാണം കഴിക്കാൻ പോവുക. എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞു. എന്റെ ബ്രദറിലോ ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണർ. ഞങ്ങളുടെ ഫാമിലികൾ തമ്മിൽ പിണക്കത്തിലുമാണ്. ഈ സ്ഥിതിയിൽ ആദ്യയെപ്പറ്റി പറഞ്ഞ് അയാളെ വിശ്വസിപ്പിക്കാനാവില്ല. എന്നാലും അവനെ വിടാൻ പാടില്ല. ആദ്യം അവൻ ഡിപ്പാർട്ട്മെന്റിനെ ദ്രോഹം ചെയ്തു. ഇപ്പോഴവൻ എന്റെ നീസിന്റെ ജീവിതം കൂടി നശിപ്പിക്കാൻ പോവുക. We have to kill that bastard. നോ സർ, സാധുഭായെ പിടികൂടാൻ നമുക്കുള്ള ഏക സോഴ്സ് ACP ആദിയാണ്. അവൻ നമ്മളോട് ചെയ്ത പോലെ ഒരു റിവേഴ്സ് നാടകം കളിച്ച് വേണം സാധുഭായെ പിടികൂടാൻ. അങ്ങനെ ആദിയിൽ നിന്ന് നിങ്ങളുടെ നീസിനെയും രക്ഷിക്കാം. എന്നാൽ എങ്ങനെ? അതിനെന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട് സർ. പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത നീ എങ്ങനെ ഈ റിസ്ക് എടുക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്നാലും നീ നിന്റെ ലക്ഷ്യം സാധിക്കും. താങ്ക് യു സർ. ഇപ്പൊ നിങ്ങളുടെ നീസ് എവിടുണ്ട്? മിലാൻ. അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ ഇറ്റലിയിലെത്തിയ ബാദ്ഷാ ജാനകിയുമായി പ്രണയത്തിലായി. ചേച്ചിയുടെ വെഡിങ് കാർഡ്സ് വളരെ ഭംഗിയായിട്ടുണ്ട് ഡാഡി. കാർഡ് മാത്രമല്ല മോളെ, കല്യാണം വളരെ ഗംഭീരാക്കാനാ പ്ലാൻ. ഡാഡി, മമ്മി വിളിച്ചിരുന്നു. ഒരു വലിയ ചെലവ് വരുന്നുണ്ട്. അവൾ അങ്ങനെയൊക്കെ പറയും. കല്യാണത്തിന് 3 മാസം മുമ്പേ പോണോളാ. അവക്കുള്ള ഷോപ്പിംഗ് ഒക്കെ ഞാൻ ചെയ്യണോന്നാ. മോളെ ജാനകി, ഷോപ്പിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഒക്കെ പെട്ടെന്ന് തീർത്തോ. 2 ദിവസം കഴിയുമ്പോൾ ഇന്ത്യയിലേക്ക് പുറപ്പെടേണ്ടതാ. ചേച്ചി, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ ഇവിടെ എക്സൈറ്റഡ് ആയിരിക്കുന്നു. ചേച്ചി എന്തെങ്ങനെ ഡള്ളായിരിക്കുന്നത്? കല്യാണമായ ചില പെൺകുട്ടികൾ ഇങ്ങനെയാ. പ്രേമമൊക്കെ ഉപേക്ഷിക്കേണ്ടി വരികയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ. കുറച്ച് കഠിനം തന്നെയാ. എന്തിനാണ് ഇത്ര ഹരിബരൊന്നുമല്ല, ഇവിടെ തീ പിടിച്ചിരിക്കുക. ജാനകിയുടെ മാരേജ് ഫിക്സ് ചെയ്തു. സൈഡ് ക്യാരക്ടറായി എനിക്ക് ഇത്ര വിഷമം ഉണ്ടാവുമെങ്കിൽ മെയിൻ ക്യാരക്ടറായി നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടാവുമെന്ന് ഞാൻ ആലോചിക്കുന്നു. ബോസ് പിന്നെ സൂയിസൈഡ് ചെയ്യാൻ പോയോ? രാംരാജ്, രാംരാജ്, രാംരാജ്! ഐ ആം സോറി. ജാനകി വിട്ട് രാമൻ പോവില്ല. പ്രേമെന്ന് പറയുമ്പോഴേക്കും കെട്ടിച്ചേരാൻ എന്റെ ഏട്ടനത് അമ്പലപൂജാരിയ, പോലീസ് കമ്മീഷണറാ. എൻകൗണ്ടർ ചെയ്ത് കളയും. പ്രേമിച്ചതിന് എന്നെ എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് ഓഫീസറെ പറ്റിച്ച് നിങ്ങളെയും ചെയ്യേണ്ടി വരും. നിങ്ങളെ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കേണ്ടതാ. മര്യാദയ്ക്ക് പെണ്ണ് ചോദിക്കാതെ എന്നെ ഭയപ്പെടുത്തിട്ടെന്താ? വിരട്ടിയാലൊന്നും കാര്യം നടക്കില്ല. നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യിക്കാതെ അങ്ങനെ പോയി കൺവിൻസ് ചെയ്യാൻ നോക്ക്. ആ വീട്ടിലുള്ള മൊത്തം ആളുകൾ ഇപ്പൊ പോലീസിലല്ലേ? എന്തിനേറെ പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ പത്രം ഇടുന്നവനും പാല് തരുന്നവനും പൂന്തോട്ടം നനയ്ക്കുന്നവനും ഒക്കെ പോലീസിലായി പോവും. അങ്കിൾ, ജാനകിയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച എനിക്ക് നിങ്ങളുടെ അനിയനെ കൺവിൻസ് ചെയ്യാൻ ഒരു പ്രയാസവും. അതെ ലേച്ച, രാംരാജിന് ഇതൊക്കെ വളരെ എളുപ്പമാ. ഈവനിംഗ് ഫ്ലൈറ്റിന് ടിക്കറ്റ് കൂടി കൺഫേമാ. അപ്പൊ എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞല്ലേ? എന്നാ പിന്നെ ചലോ ഇന്ത്യ. 2000 കിലോഗ്രാം RDS ഉള്ള നമ്മുടെ കണ്ടെയ്നർ ഇന്ത്യയിൽ റീച്ച് ആയിട്ടുണ്ട്. ഈ മാസം 20ന് ഹൈദരാബാദിൽ വേൾഡ്സ് മോസ്റ്റ് VIPs വരുന്നുണ്ട്. ഓൺ ദാറ്റ് സെയിം ഡേ ഹൈദരാബാദിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ്. ഡൽഹി, ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ഓൾ മേജർ സിറ്റീസിലും നമുക്ക് ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാക്കണം. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ ഒരു ടെററിസ്റ്റ് കൺട്രിയായി മാറണം. ഇന്ത്യയിലേക്ക് പിന്നെ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ വരില്ല. രൂപയുടെ മൂല്യം തകരും. എക്കണോമി ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത വിധം തകരും. അതുകൊണ്ടൊക്കെ നമുക്കെന്ത് ഗുണമാ? അനവധി കോടികൾ. വെരി ഗുഡ്. ഇന്ത്യയിൽ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഗ്യാങ്ങിനോട് അലേർട്ട് ആയിരിക്കാൻ പറ. നിങ്ങളും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ. അവിടെയുള്ള ACP ആദ്യം എല്ലാ സഹായം ചെയ്യും. വി വിൽ സ്റ്റാർട്ട് വിത്ത് ഹൈദരാബാദ്. വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സ് കൊടുക്കുന്നതിന് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രിന്റ് ചെയ്ത ഈ കാർഡിൽ എങ്ങനെ ഇത്ര മിസ്റ്റേക്ക്? നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ഇത്ര വലിയ കല്യാണം നടത്തുമ്പോൾ ഇനി എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും? എന്താ എല്ലാരും സൈലന്റ് ആയിരിക്കുന്നേ? ഇൻവിറ്റേഷൻ കാർഡിനെ കുറിച്ച് എന്താ ഇഷ്ടമായില്ലേ? വളരെ ഇഷ്ടായി. ആരിതൊക്കെ ചെയ്തെന്ന് അമ്മ ചോദിച്ചു. നീ ഇത് പറഞ്ഞില്ലേ? നീ ഇതൊന്നും പറയത്തില്ലല്ലോ. ഞാനാണ് ആ കാർഡ് പ്രിന്റ് ചെയ്യിപ്പിച്ചളിയാ. അപ്പൊ ഇത് നിന്റെ ക്രിയേഷൻ ആണല്ലേ? അതേളിയാ. അതിന്റെ കളറ്, കോൺസെപ്റ്റ്, മാർക്ക്, ഡിസൈൻ എല്ലാം എന്റേതാ. അപ്പൊ എന്റെ പേരിന് മുമ്പുള്ള ഇനിഷ്യൽ എവിടെയാണ്? പേരിന് ശേഷമുള്ള ഡിഗ്രി എവിടെയാണ്? അത് ഞാൻ എടുത്തു കളഞ്ഞു. ഡോക്ടർ ജയകൃഷ്ണ സിംഹ, IPS, MA, BA, അതിനൊരു സെക്സ് ഫീലിംഗ് അളിയാ. അതുകൊണ്ട് സിമ്പിളായി ജയകൃഷ്ണ സിംഹ. അതൊരു ഹോമിലി ടച്ച് അല്ലേ? അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കളഞ്ഞത്. നീ എങ്ങനെ എടുത്തു കളഞ്ഞത്? എന്റെ സ്വർഗസ്ഥനായ പിതാവ് അപ്പുണ്ണി പാതി ഭക്ഷണം കഴിച്ച് മുണ്ടു മുറുക്കി കൊടുത്തു. സൈക്കിളിൽ അയച്ച് പഠിപ്പിച്ച് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത എന്റെ ഡിഗ്രി നിനക്ക് എങ്ങനെ എടുത്ത് കളയാൻ പറ്റൂടാ? അറിവുമാടെ അടയ്ക്കാക്കുരുവി, അധിക പ്രസംഗി, തന്തയില്ലാത്തവനെ.
അമ്മ. ചേട്ടാ എന്തോന്ന് ചേട്ടാന്ന്? നിന്റെ മുഖം കണ്ടിട്ടില്ല ഇന്റർമീഡിയറ്റ് പോലും പാസ്സാകാത്ത ഇവനെ ഡിപ്പാർട്ട്മെന്റിൽ എടുത്തു. നിന്നെ ഒരാള് വിചാരിച്ച ഇല്ലെങ്കിൽ ഡിഗ്രിയുടെ സ്പെല്ലിംഗ് പോലും അറിയാൻ പാടില്ലാത്ത ഇവനെ ഞാൻ ഒന്നും പറയുന്നില്ല. ആട്ടും കാട്ടും കൂർക്ക കിഴങ്ങും തിരിച്ചറിയാൻ പാടില്ലാത്ത കൂശുമാട്ടം, വിവരം കെട്ടവൻ. നിനക്ക് വല്ലയിടത്ത് പോയി ചാകാൻ പാടില്ലായിരുന്നോ? ചേച്ചേ കണ്ടില്ലേ മോളെ, ആഫ്റ്റർ ഓൾ വെഡിങ് കാർഡിൽ ഡിഗ്രി മിസ്സായിപ്പോ എന്ന് പറഞ്ഞ് വേൾഡ് വാർ ഉണ്ടാക്കുന്ന ഒരാള് ചെറുക്കനെ മാറ്റണമെന്ന് പറയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്ക്. അതൊക്കെ നടക്കും ഇളയച്ച. എനിക്ക് രാംരാജിലെ വിശ്വാസമുണ്ട്. ഐ എം ഗൗതം, ചേതന ഗോൾഡ് കമ്പനിക്ക് വേണ്ടി പുതുതായി വന്ന കൾച്ചറൽ ഹെഡ്. കഴിഞ്ഞ 3 വർഷങ്ങളായി ഞങ്ങളുടെ സെലിബ്രേഷൻ നടന്നിരുന്നത് ലഹരി റിസോർട്ടിൽ വെച്ചായിരുന്നു. ഫോർ എ ചേഞ്ച് ഇത്തവണ പ്രഗതി റിസോർട്ടിൽ വെച്ചാവാമെന്ന് ഞങ്ങളുടെ എംപ്ലോയീസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഫോർ എ ചേഞ്ച് ഞങ്ങൾ തന്നെ തീരുമാനിച്ചു. ഫിക്സ് ചെയ്തതിന് മുന്നേ ഞങ്ങളുടെ ഫീലിംഗ് ഒന്ന് മാനിക്കണ്ടേ? ഞങ്ങളുടെ എംപ്ലോയീസിന്റെ തീരുമാനമല്ലേ? പ്രഗതി റിസോർട്ടാണ് ബെറ്റർ. നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ ബുക്ക് ചെയ്ത് പോയതല്ലേ? ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യേ. എന്താ കമ്മീഷൻ പോകുന്നുള്ള ഭയമാ? ബിസിനസ്സുകാർ പറയുന്ന വർത്തമാനോ താൻ പറയുന്നത്? ഓക്കെ റിസൾട്ട് മാറ്റാൻ പറ്റുമോ ഓവർ ആക്ഷൻ കാണിച്ചാൽ? ഇത് നല്ല ചോദ്യമാ. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്ര സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? സാറേ ആളത്ര ശരിയല്ലെന്ന് തോന്നുന്നു. അത് മനസ്സിലായി. എന്താ കുശുകുശുക്കുന്ന? പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് പറ. കഴിഞ്ഞ വർഷം 4 ലക്ഷമായിരുന്നു, ഇപ്പൊ റേറ്റ് കൂടിയിരിക്കുക. 5 ലക്ഷം വേണമെന്നാ മാഡം പറയുന്നത്. 10 ലക്ഷോ? അത് അധികം. 8 ലക്ഷമാണ് ഈ ഓക്കെ. ഇയാടെ ചെവിയുടെ ഡിഫക്റ്റ് നമുക്ക് പ്രോഫിറ്റ്. രഹസ്യം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ തുക ഫിക്സ് ചെയ്യേ. ഓക്കെ 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 8 ലക്ഷം ഞങ്ങൾക്ക് ഓക്കെയാ. എന്താണ് ഓക്കെ? ഇഡിയറ്റ്. നോക്കൂ, എന്റെ പേയ്മെന്റ് 5 lakhs, 5 ലക്ഷം. ഡീൽ ഓക്കെ ആയിട്ടും ഡിസ്കൗണ്ട് തരുന്ന നിങ്ങളുടെ മഹാമനസ്കത എനിക്ക് വളരെ ഇഷ്ടമായി. ഈവനിങ്ങിൽ അഡ്വാൻസ് കൊടുത്തേക്കാം. ഓക്കെ അമ്മ. ആയിക്കോട്ടെ. നീ ഇനി മാറത്തില്ലേ? ഈ ബിസിനസ്സിലെ ആളുകളെ പിഴിഞ്ഞാലേ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. ഇവിടെ സത്യത്തിനൊരു വിലയില്ല. വിശ്വസിച്ചവരെ ചതിക്കരുത് ചേട്ടാ. പറഞ്ഞത് കറക്റ്റ് ആമേ. ഏയ് എന്താണ് ഇത് പറയാതെ പെട്ടെന്ന്? ഒരു വലിയ സർപ്രൈസ് ആയിക്കോട്ടെ. സുഖമാണോ മോനെ? സുഖമാവാ. ആട്ടെ ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ. ബോർണാണെങ്കിലും നല്ലവനാ. ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, ഫുഡ് കഴിക്കാം. പുതിയ ബിസിനസ്സോ? എന്താണത്? വെഡിങ് ഡിസൈനിങ്. നിനക്കതിൽ എക്സ്പീരിയൻസ് ഇല്ലല്ലോ, പിന്നെങ്ങനാ? അമ്മ ചെയ്യുന്ന ഇവന്റ് മാനേജ്മെന്റ് എങ്ങനെയാ? എങ്ങനെയാണെന്നോ? ഒക്കേഷന് പറ്റിയ ഡെക്കറേഷൻ, ടേസ്റ്റിന് പറ്റിയ ഐറ്റംസ്, കണ്ടു രസിക്കാൻ കൾച്ചറൽ പ്രോഗ്രാംസ്, ഇതെല്ലാം ചേർത്ത് ഒരു ഇവന്റ് ആയിട്ട് ചെയ്താൽ വെഡിങ് ഡിസൈനിങ്. അതെ ആന്റി, മാരേജിന് വേണ്ടി കോടികൾ മുടക്കാനും തയ്യാറാ പലരും. അത് ശരി, പക്ഷെ നിന്നെ വിശ്വസിച്ച് മാരേജ് കോൺട്രാക്ട് ആര് തരും? വിശ്വസിച്ച് തരാൻ ആളുണ്ട്. കമ്മീഷണർ സാർ, നിങ്ങളുടെ വീട്ടിലെ ഓരോ ഫംഗ്ഷനും എന്റെ കയ്യിൽ നിന്നാണ് സ്വർണം വാങ്ങിക്കാറ്. ആ ബന്ധം കൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ മാരേജിന് ഈ വെഡിങ് പ്ലാനർ കറക്റ്റാ. ഓക്കെ സെഡ്ജി, നിങ്ങൾ ഇത്രയും നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് ഞാൻ എന്റെ സ്റ്റൈലിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തോട്ടെ. ആ പയ്യനെവിടെ? നമസ്കാരം ചേട്ടെ. എന്താ വിളിപ്പിച്ചേ? ഞാൻ പറയാം. എന്റെ പേര് സുബ്രഹ്മണ്യം, കമ്മീഷൻ ഓഫീസിലെ സെക്ഷൻ ഓഫീസർ. അച്ഛാ, കമ്മീഷണർ മകളുടെ മാര്യേജ് വളരെ ഗംഭീരമായിട്ട് നടത്താൻ പരിപാടി. ആ ജോലി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബജറ്റ് നോ ലിമിറ്റ്. സേട്ട് നിങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ വന്നാൽ നിങ്ങൾക്കും ബെനിഫിറ്റ്, എനിക്കും ബെനിഫിറ്റ്. എന്ന് വെച്ചാൽ കല്യാണ മണ്ഡപത്തിന് 10 ലക്ഷം, 20 ലക്ഷം കോട്ട് ചെയ്യാം. പ്രോഫിറ്റിൽ നിങ്ങൾക്കും 50, എനിക്കും 50. ഭക്ഷണത്തിന് 1000, 2000 കോട്ട് ചെയ്യുക. നിങ്ങൾക്ക് 50, എനിക്കും 50. ഫ്ലവർ ഡെക്കറേഷൻ 5 ലക്ഷം, 10 ലക്ഷം കോട്ട് ചെയ്യുക. നിങ്ങൾക്ക് 50, എനിക്കും 50. അതുകൂടാതെ മുബൈ ഖാൻ്റെ ഡാൻസ് പ്രോഗ്രാം, അതിന് 10 ലക്ഷം കോട്ട് ചെയ്യുക. നിങ്ങൾക്ക് 50, എനിക്കും 50. എങ്ങനെയുണ്ട്? ചെരുപ്പൂരി ചെപ്പക്കടിക്കാൻ ഞാൻ. എഴുന്നേക്കടോ. കമ്മീഷണർ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ട് കമ്മീഷൻ അടിക്കാൻ നോക്കുന്നുണ്ടോ ഏരപ്പാളി? ശരിക്കും കല്യാണം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ എനിക്ക്? അത് വെറുതെ CD-യിൽ എടുക്കേണ്ടതല്ല, ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതാ. മണ്ഡപം എന്ന് പറയുന്നത് ദേവാലയം കണക്കാ. കല്യാണ സദ്യ കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ തനിക്ക്? കഴിച്ച് തൃപ്തിയാവുന്നവര് മനസ്സ് നിറഞ്ഞ് ആശീർവദിക്കാനാ. ഇതുവെല്ലാം പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവോ? കഴുതയ്ക്ക് അറിയാമോ കർപ്പൂരത്തിന്റെ വാസന? മാത്രമല്ല കല്യാണത്തിന്റെ ഐറ്റം ഡാൻസ് നടത്തണം. അതുവല്ല ചീപ്പ് ഡയറക്ടർമാരോടും പോയി പറ. സേട്ടോ, ആ കമ്മീഷണർക്ക് ഫോൺ ചെയ്തേ, ഇയാളെ കമ്മീഷൻ ഒന്ന് പൊളിക്കണം. അതിന്റെ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കമ്മീഷണർ. നിങ്ങൾ കമ്മീഷണറോ? സർ സോറി സർ, എനിക്ക് തെറ്റൊന്നുമില്ല. അത് നിന്റെ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടമായി. സേട്ട്, നല്ല പയ്യനെ നിങ്ങൾ സജസ്റ്റ് ചെയ്തു. ഐ അപ്രീഷിയേറ്റ് യു. മാരേജ് കണ്ടക്ട് ചെയ്യുന്ന ഈ പയ്യൻ തന്നെ. ലുക്ക് ജെന്റിൽമാൻ, ഞാൻ കമ്മീഷണറാണെന്ന് വിചാരിച്ച് നീ നെർവസ് ആകേണ്ട. പ്രോഗ്രാം നന്നായിട്ട് ഈ പേരെടുക്കാൻ നോക്കുക. ഷുവർ സർ. മറ്റു കാര്യങ്ങളൊക്കെ സേട്ടിനോട് സംസാരിച്ചാൽ മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഞാൻ വരട്ടോ. ശരി സാർ. താങ്ക് യു വെരി മച്ച് സേട്ടോ. റാം, നിന്റെ അമ്മയോടുള്ള വിശ്വാസവും നിന്നോടുള്ള സ്നേഹവും കൊണ്ട് ഞാൻ ഇത് അറേഞ്ച് ചെയ്തതാ. അത് ഭംഗിയാക്കണം. അത് ഞാൻ പൊളിച്ചോളാം. മാരേജ് അടിപൊളിയാക്കി മൊത്തം ശരിയാക്കി കൈ തരാം. വരണം വരണം വരണം. കല്യാണത്തിന്റെ ഒരുക്കം കൊണ്ട് വീടങ്ങ് ഷൈൻ ചെയ്യുവാണല്ലോ. ഈ
ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് ഈ പയ്യനാ, പേര് രാംരാജ്. നമസ്കാരം ചേട്ടാ. കല്യാണത്തിന് ഇനി 10 ദിവസം ബാക്കിയുണ്ടല്ലോ, ഇത്ര നേരത്തെ ആഘോഷങ്ങളൊക്കെ. കമ്മീഷണറുടെ വീട്ടിലെ കല്യാണമല്ലേ, ഹൈടെക് ആവണ്ടേ. നാട്ടുകാരൊക്കെ പറയണം ഇതുപോലൊരു കല്യാണം ഇതുവരെ നടന്നിട്ടില്ലെന്ന്. അല്ല ഇതാണോ കല്യാണ പയ്യൻ? പുറമേ നല്ല ഗ്ലാമർ ആണല്ലോ. അയ്യോ 6 പാക്ക് ആണല്ലോ. വേണമെങ്കിൽ 2 കൊള്ളാനുള്ള ശേഷിയൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ ബലം പിടിക്കല്ലേ, ഞാനൊരു തമാശ പറഞ്ഞ. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ചൂടായാലെങ്ങനാ അല്ലേ? അവരു അകത്തിരുന്ന് സംസാരിക്കാം. ഈ സഡൻ മീറ്റിംഗ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, എന്റെ ഗുരുനാഥൻ ശ്രീ സമ്പൂർണാനന്ദ സ്വാമിജി കല്യാണ ചെറുക്കന്റെ ജാതകത്തിൽ ഒരു മേജർ ഡിഫക്റ്റ് ഡിക്റ്റേറ്റ് ചെയ്തു. ബോഡിയിൽ ഒരു ഡിഫക്റ്റ് വന്നാൽ മെഡിസിൻ കഴിക്കാം, എന്നാൽ ജാതകത്തിൽ ഒരു ഡിഫക്റ്റ് വന്നാലോ? സൊല്യൂഷൻ ജലം. ജനറൽ വാട്ടറാ മിനറൽ വാട്ടറാ? ഇത് ജനറലോ മിനറലോ അല്ല, എറ്റേണൽ. പവിത്ര നദികളിൽ നിന്ന് ശേഖരിച്ച ഈ പുണ്യജലം കൊണ്ട് നിറച്ചിരിക്കുന്ന ഈ പൂർണ്ണ കലശം വധു ഉത്തരദിശയിൽ നിന്നുകൊണ്ട് ദക്ഷിണ ദിശയിൽ നിൽക്കുന്ന വരന്റെ കലയ്ക്ക് കൊടുക്കണം. ഇടയ്ക്ക് ആരെങ്കിലും കിഴക്കുന്നു വന്നാൽ തട്ടി താഴെ വീണ് പോവില്ലേ? ഇല്ല, നിങ്ങളുടെ വീട്ടിലുള്ള തുളസി ചെടിക്ക് ഈ പവിത്ര ജലം കൊണ്ട് അഭിഷേകം ചെയ്യണം. എന്റെ വീട്ടിൽ അതിന് തുളസിച്ചെടി എവിടാണോ ഇരിക്കുന്നേ? അതിപ്പോ നിങ്ങളുടെ വീട്ടിലുണ്ടാവണമെന്നില്ല, മാർക്കറ്റിൽ കിട്ടുമല്ലോ. അത് മേടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാ മതി അല്ലേ? താമസിക്കാതെ വധുവിനെ വിളിക്കാൻ നോക്ക്. മോളെ ജാനകി. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുഭുജം പ്രസന്നവദനം സർവവിഘ്നോപശാന്തിയെ. വാങ്ങിക്കോ മോളെ, ഈ കലശം വരന്റെ കയ്യിലേക്ക് കൊടുത്തോളൂ. മോനെ, വീട്ടിലെത്തുന്നവരെ ഈ കലശം ആരായാലും കൊടുക്കരുത്, താഴെ വീഴാനും പാടില്ല. വീണാൽ നിങ്ങളുടെ മകന്റെ അഡ്രസ് ഇല്ലാതായി പോ. തോന്നിയ ദിവസം പറയണോ പൂജാരി, താനും തന്റെ ഒരു ശാസ്ത്രവും കയ്യിൽ നിന്ന് പോകാൻ ഇയാളെന്താ കൊച്ചുകുട്ടിയാ? മൂത്ത തന്ത്രി വന്ന് മുഹൂർത്തം കുറിച്ചാലേ ഇടയ്ക്ക് താനും തന്നെ. അയ്യോ സംഭവിച്ചതിനെ കുറിച്ച് ആലോചിച്ച് നിന്നിട്ട് എന്തിനാ? അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കൂ. അങ്ങേരിത് മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ. കറക്റ്റ് ആണ് അനിയൻ പറഞ്ഞത്, ഞാൻ ഒന്നും ചെയ്തില്ല. ഇങ്ങനെ ഞങ്ങൾക്ക് ഈ മാരേജ് കസ്റ്റമർക്ക് കിട്ടുന്ന കേവലം ഒരു കോൺട്രാക്ട് അല്ല, ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന വിശേഷമാണ്. അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുക. വളരെ നന്ദിയുണ്ട്. വിവാഹം കഴിയുന്നതുവരെ നിങ്ങളുടെ സ്റ്റാഫിന് താമസിക്കാൻ ഔട്ട് ഹൗസോട് റെഡിയാക്കിയിരിക്കുക. ഇത് ഞങ്ങളുടെ കുട്ടി ജാനകി, കല്യാണ പെണ്ണ്, രാംരാജന്റെ അമ്മ. നമസ്കാരം ആന്റി. നമസ്തേ മോളെ. ലക്ഷണത്തെ കുട്ടി. ഏയ് റാം, നീ എപ്പോഴാ ഇതേപോലെ ഒരു കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്? അമ്മ സമ്മതിച്ചാ മതി. ഈ പെണ്ണിനെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ വിഷമിക്കണ്ട, വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരാമെന്നാ പറഞ്ഞത്. ഗെയിമിന്റെ പ്ലാനിങ് കണ്ടിട്ട് ജയ് ഉറപ്പാന്ന് തോന്നുന്നു. പക്ഷെ പന്ത് സ്വന്തം കയ്യിലല്ലല്ലോ. ഗ്രൗണ്ട് ഗ്രാൻഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കളി ജയിക്കും. നിങ്ങളിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്ത് വൃത്തികേടായി കാണിക്കണ്? കല്യാണ പെണ്ണിനെ അമ്മാവ പുറത്ത് പറയല്ലേ. നമ്മൾ പോകുന്നത് കല്യാണം നടത്താനല്ല, കല്യാണം മുടക്കാനാ. എന്തോ ആടായി പറയുന്നത്? അതെ അമ്മാവ, ഈ കല്യാണം മുടക്കിയിട്ട് ജാനകിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം അത് വേറൊന്നുമല്ല, കല്യാണ പെണ്ണിനെ എപ്പോ കൊണ്ടുപോകും, എങ്ങനെ കൊണ്ടുപോകും എന്നൊക്കെ ഉള്ള ആലോചനയായിരുന്നു അല്ലെ? ഒന്ന് നിർത്തുന്നുണ്ടോ ഓരോരോ കോപ്രായം കാണിച്ചോണ്ട്? എന്താടോ രാമരാജൻ, ഇന്ത്യയിലേക്ക് വരുമ്പോ എല്ലാം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും കണ്ടില്ലല്ലോ. കല്യാണ ഡിസൈൻ ഉൾപ്പെടെ എല്ലാം തന്റെ തലയിലും. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പൊ നിന്റെ സംഗതി ഇങ്ങേക്ക് അറിയാവോ? പിന്നറിയാതെ, ഇത് നമ്മുടെ പാർട്ടിയല്ലേ. എന്ത് പാർട്ടി? അതെ, സംഗീത പാർട്ടി. നീ കൂടെ വേണം പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. ഇനി അത്ര സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട. എങ്ങനെ ഈ മാരേജ് തടയുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഇവക്കും അറിയാവോ? മൊത്തം അറിയാം, ചോദിച്ചു നോക്ക്. ഓഹോ, വെരി ഗുഡ്. നിങ്ങൾ എല്ലാരും കൂടെ എന്ത് ചെയ്യും ഇവിടെ? ഹലോ, വാ. നിനക്കറിയാവുന്നല്ലേ, നമ്മുടെ പ്ലാനിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. പറഞ്ഞു കൊടുക്കടാ, നമ്മൾ എങ്ങനെയാ പെണ്ണിനെ കൊണ്ടുപോകുന്നത്? ഞങ്ങളുടെ പെണ്ണിനെ പിടിച്ചോണ്ട് പോവാനോ? അയ്യോ ആന്റി, കല്യാണ പെണ്ണിനെ എങ്ങനെയാ പന്തലിലേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവർക്കത് അറിയില്ലേ? എന്താ? അല്ല, അതുകൂടെ ആന്റിക്ക് അറിയില്ലേന്ന്. അമ്മാവാ, എന്താ ഇങ്ങനെയൊക്കെ? ആന്റിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാനല്ലേ നമ്മളെല്ലാം ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ശരിയാ പറഞ്ഞത്. ജാനകി, കാഞ്ചീപുരത്ത് സാരികൾ വന്നിട്ടുണ്ട്. ഓ, അമ്മാവന്റെ വായി തുറക്കാതിരിക്കാൻ വല്ല സ്റ്റാപ്ലർ വെച്ച എന്റെ വായ് മൂടി കെട്ടിക്കോ. പക്ഷെ കല്യാണം നിശ്ചയിച്ച പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകുന്ന തന്തയില്ലാത്ത തരമാ. അതിനാ ഞാൻ കൂട്ടുനിൽക്കാതിരിക്കട്ടെ. നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താ? നെക്സ്റ്റ് പരിപാടിയിലേക്ക് പോവാനായി നമുക്കൊരു അപരനെ വേണം. അപരന? യെസ് സർ. എനിക്ക് ആ വീട്ടിൽ കയറി പറ്റാനും ജാനകിയുടെ കല്യാണം മുടക്കി ആദ്യം ട്രാപ്പ് ചെയ്യാനും എനിക്കൊരു അപരനെ വേണം. മനസ്സിലായി, ഒരു ബലിയാടല്ലേ? നീ ഒരു മനുഷ്യനാണോ മൃഗമാണോ? ആ റൗഡി പത്മനാഭനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അയാളുടെ മകനെ അറസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു. അവൻ അണ്ടർഗ്രൗണ്ടിൽ പോയി, ഇവനാണെങ്കിൽ സ്കൂൾ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പയ്യനെ ഞാൻ ഇങ്ങി പൊക്കി. അതിന് 2ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിനാണ്ട അറസ്റ്റ് കൊണ്ടുവരുന്നത്. 2ാം ക്ലാസ്സിലെ പയ്യനാ? യൂസ്ലെസ് ഫെലോ. അമ്മ, ചേട്ടാ. എന്നെ ചേട്ടാന്ന് 3 നേരവും വെട്ടി വിഴുകുന്നുണ്ടല്ലോ. ഇവന്റെ തലയ്ക്കാൻ തന്നെ ആൾ താമസമില്ലേ? ഇവരൊക്കെ ജീവിക്കുന്നതായി പോയി ചാകുന്നതാ. ഇവനെ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ ചെറ്റ മാത്രമേ നിനക്ക് പ്രേമിക്കാൻ കിട്ടിയുള്ളൂ. തൊമ്മൻ, തൊങ്ങൻ, തൊണ്ടിങ്ങൻ, മൈകുടൻ, മക്കുണ്ണൻ, ഉണ്ണാക്കൻ. മോനെ, അവൻ ശരിക്കും ചത്തുകളഞ്ഞാലോ?
ഞാൻ പുണ്ണാക്കമാടാ. ഞാൻ മനുഷ്യനായതുകൊണ്ടാണ് മദ്യപിക്കുന്നത്. നീ രാക്ഷസനായതുകൊണ്ടാണ് ദിവസവും എന്റെ രക്തം കുടിക്കുന്നത്. നീ ദിവസവും എന്നെ പൊരിച്ച് തിന്നയല്ലേ. ദൈവം ഒരാളുണ്ടെങ്കിൽ എനിക്കൊരു ദിവസം ഉണ്ടാവൂടാ. അന്ന് ഇടിച്ച് നിന്റെ കുരു ഞാൻ പൊട്ടിക്കും. അതെന്റെ ആശ, ആശയം, ഡ്രീം പ്രോജക്ട്. അവന്റെ ഡ്രീം പ്രൊജക്ട് നമുക്ക് ടേക്ക് ഓവർ ചെയ്യാം. വാ. എന്താ അമ്മാവായി കാണിച്ചത്? മാരേജ് കഴിയുന്നവരെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞതല്ലടാ. എന്താ അതല്ലെന്ന്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? എന്താടാ ഇതിനകത്ത്? ഈ പാതിരാത്രി ഇവിടെ എന്താ? ഈ ലൈറ്റിംഗ് ഒക്കെ എന്തിനാ? ഈ കസേര എന്തിനാ? ദേവി, ഇത് ബഹളം ഉണ്ടാക്കരുത്. ഇത് കസേരയല്ല, ഡ്രീം മെഷീൻ. വാഷിംഗ് മെഷീൻ കേട്ടിട്ടുണ്ട്, ടൈം മെഷീൻ കേട്ടിട്ടുണ്ട്. ഈ ഡ്രീം മെഷീൻ എന്താ? അതായത് സാധാരണ ജീവിതത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുന്നതാണ് ഈ ഡ്രീം മെഷീൻ. അത് വേറൊന്നുമല്ല ചേട്ടാ. ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരു വില്ലൻ ഉണ്ടാവും. അയാൾ സ്ഥിരമായി ടോർച്ചർ ചെയ്യും. നമുക്ക് എതിർത്തൊന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ നമുക്ക് സപ്രഷൻ കൂടി ഡിപ്രഷൻ ഉണ്ടാവും. അതുകൂടെ നമുക്ക് ടെൻഷൻ കൂടി ഹാർട്ടിൽ ഇറിറ്റേഷൻ ഉണ്ടായി ബോഡിയിൽ വൈബ്രേഷൻ വന്ന് ഹാർട്ട് ബ്ലോക്ക് ആയി മൈൻഡ് സ്ട്രൈക്ക് ആയി നമുക്ക് സ്ട്രോക്ക് വരും. അത് കഴിഞ്ഞ് പിന്നെന്ത് ചെയ്യാൻ? ബോഡി ശ്മശാനത്തിൽ കൊണ്ട് ഞങ്ങൾക്ക് കത്തിച്ചളയും അല്ല. അങ്ങനെ മരണം അധികമായപ്പോ പ്രതിവിധിയായി അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതാണ് ഈ ഡ്രീം മെഷീൻ. ഇന്റർനാഷണൽ ലെവലിൽ പ്രൊമോട്ട് ചെയ്യാൻ ഇതിന്റെ പേരിൽ ഒരു സിനിമ വരെ പിടിച്ചിട്ടുണ്ട്. അത് മലയാളത്തിൽ ഡബ് ചെയ്തതിന്റെ പേരെന്താണ്? ആ ഐഡിയ ചൈനക്കാർ കോപ്പി അടിച്ച് ഈ മെഷീൻ ഉണ്ടാക്കി. ഇവിടത്തെ കല്യാണത്തിന്റെ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി ഈ മിഷൻ ഞങ്ങൾക്ക് തന്നു. ഇതുകൊണ്ട് റിയൽ ലൈഫിൽ നമ്മളെ ഉപദ്രവിച്ച പെട്ടത്തലയന്മാരോട് പകരം വീട്ടി മാനസികാനന്ദം നേടുക. അങ്ങനെ ബോഡി ഫിറ്റായി ലൈഫ് സേവ് ചെയ്യുക. എങ്ങനെയുണ്ട്? സംഗതി കൊള്ളാലോ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്കിവിടെ മെഷീനിൽ കയറി ഡ്രീം പള്ളി പോവാം. ഇതിന്റെ ആവശ്യം നിങ്ങൾക്ക് എന്താ? എല്ലാവർക്കും ഒരു ദിവസം വരെ ഒന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്റെ അളിയൻ തരുന്ന ടോർച്ചറിങ് കാരണം എനിക്ക് ബ്രെയിൻ സ്ട്രോക്ക് ഉറപ്പാ. അയ്യോ, എന്ത് കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. അതുകൊണ്ട് എന്നെ കൂടെ നിങ്ങളുടെ ക്ലബിൽ ചേർക്കണം പ്ലീസ്. സർ, എന്നാൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണത്? നിങ്ങൾ കാണുന്ന സ്വപ്നത്തില് റിയൽ ലൈഫിലെ ക്യാരക്ടേഴ്സും വരും. നിങ്ങൾ സ്വപ്നത്തിലാണെന്ന് അവരോട് പറയരുത്. പറഞ്ഞ സ്വപ്നത്തിൽ നിങ്ങൾ ചത്തുപോകും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ ക്ലബ് മെമ്പേഴ്സിനോട് മാത്രം പറയണം. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കേട്ടോ. സ്വപ്നത്തിൽ നിന്ന് 10 മിനിറ്റിൽ പുറത്തു വരണമെങ്കിൽ റിയൽ ലൈഫിൽ 10 ദിവസം വേണ്ടി വരും. മറിച്ച് ഡ്രീം എന്ന് തിരിച്ചു വരണമെങ്കിൽ അതിന് വേറൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് കണ്ണടച്ചാൽ മതി. കഥ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. എത്രയും പെട്ടെന്ന് തന്നെ സ്വപ്നത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ ഒരു കലക്ക് ഹീറോ ആവാൻ പോവാ. ഓൾ ദി ബെസ്റ്റ്, സേഫ് ജേർണി. ക്ലോസ് യുവർ ഐസ്, കോൺസെൻട്രേറ്റ്, റിലാക്സ്. എന്താ ഇത്? ഇങ്ങനെ ഉറങ്ങിയാൽ അങ്ങനെ? എത്ര വിളിച്ചാലും ഉണരില്ല. മൂക്കറ്റം കുടിച്ചു വന്ന് കിടക്കല്ലേ, ബോധമില്ലാതെ. മറ്റുള്ളവരെ മിസ്റ്റർ പത്മനാഭസിംഹ, സ്വാഗതം, സുസ്വാഗതം. നിങ്ങൾ ചൗധരി, ജസ്റ്റിസ് ചൗധരി. രാം, നീയാ? ശരിക്കും ആക്ടർ NTR പോലെ ഉണ്ട്. അങ്ങനെയാണോ നിനക്ക് തോന്നുന്നത്? എത്ര വേഷങ്ങൾ ഞാൻ കെട്ടിയിരിക്കുന്നു. മുൻപ്, അതിനും മുൻപ്, അവിടുന്നും മുൻപ് എത്ര വേഷങ്ങൾ. അത് ശരി. ഇതൊക്കെ എന്തോന്ന്? ഡ്രീം, കിനാവ്. നീ ഇപ്പൊ സ്വപ്ന ലോകത്താണ്. നിന്റെ സ്വപ്ന ലോകത്തേക്കാണ് നമ്മളെല്ലാം ഇപ്പോൾ പ്രയാണം ചെയ്യുന്നത്. അതെങ്ങനെയാ? നിങ്ങൾ സ്വപ്നമാണെന്ന് പറയുന്നു, അതിനിടയ്ക്ക് അളിയൻ ഡോബർമാനെ പോലെ ഓരിയിടുന്നു. എടാ വിവരമില്ലാത്തവരെ, നീ എന്തിനാണ് സ്വപ്ന ലോകത്തേക്ക് പോകുന്നത്? അങ്ങനെ റിയൽ ലൈഫിൽ ഇയാള് വില്ലനോട് പക വീട്ടാൻ പോകുന്നു. ആ വില്ലൻ ആരാണ്? വേറെ ആരുമില്ല, ഇങ്ങേരുടെ അളിയൻ ജയകൃഷ്ണ. അവനെ വിളിക്കാം. നീ അവനെ എന്ത് ചെയ്യും? അതെനിക്ക് മനസ്സിലായി. പ്രതികാരം ചെയ്യണം എനിക്ക്. അതെന്റെ ആശ, ആശയം,
ഡ്രീം പ്രോജക്ട്. എന്തിനാ മാന്തിക്കുന്നു? Proceed. വിജയ് പത്മനാഭസിംഹ വരുന്നതാ ഞാൻ. അവന്റെ ഒടുക്കത്തെ ഒരു ഡിസിപ്ലിൻ. പത്മനാഭസിംഹ, പരേഡ് സമയത്ത് താൻ എവിടെ പോയി കിടക്കുമായിരുന്നു? സമയം എന്തായി? ആരാണോ ചോദിക്കുന്നേ? താൻ വാച്ചിലേക്ക് നോക്ക്. എന്നോട് എന്തിനാ ചോദിക്കുന്നേ? പത്മനാഭസിംഹ, ഇന്ന് നിന്റെ ലാംഗ്വേജ് എന്താ? ബോഡി ലാംഗ്വേജ് എന്താ? മാറി, എല്ലാം മാറിപ്പോയി. വിശപ്പ് വരുമ്പോ അടുക്കളയിൽ പോകും ഞാൻ. ദാഹം വരുമ്പോ മാറിപ്പോയി കുടിച്ചെന്നിരിക്കും. ഈ വീട്ടിലേക്ക് നല്ല ഫുഡ് കിട്ടിയിട്ടുണ്ടോ? വെള്ളം കിട്ടിയിട്ടുണ്ടോ? ശരിക്കും കണ്ണടച്ചൊന്ന് ഉറങ്ങാൻ അനുഭവിച്ചിട്ടുണ്ടോ? എന്റെ കണ്ണ് കത്തി ജ്വലിക്കുകയാണ്. അതിനെ തടയാൻ ശ്രമിച്ചാൽ ഭസ്മമായി പോവും. നീ ദാദായിട്ട് വന്നോ, റൗഡിയായിട്ട് വന്നോ, ഗുണ്ടായിട്ട് വന്നോ, ഗ്രൂപ്പായിട്ട് വന്നോ, ഒരുത്തരെ മാത്രമല്ല ഫാമിലി മൊത്തം തകർക്കും. ഈ പത്മനാഭനോട് എതിർത്താൽ പരിപ്പൊടച്ചുള്ള ഞാൻ. എന്തൊരു വർത്താന, മര്യാദയ്ക്ക് സംസാരിക്കും. എന്റെ അനിയത്തിയെ തല്ലിയോ? തല്ലുകൊള്ളാൻ വേണ്ടി വന്നാ കടമ്പൊക്കെ കൊണ്ട് കലവടക്കാമോ? സ്വപ്നത്തിൽ എനിക്ക് റിവെഞ്ച് കിട്ടണ്ടേ? ഇങ്ങനെയാണെങ്കിൽ ക്ലൈമാക്സിൽ എന്ത് കിക്കാ ഉണ്ടാവുക? പെഗിരിപ്പുണ്ടോ? വാ നോക്കാം. പകൽ എങ്ങനെയാ കുടിക്കുന്നത്? ഓ, അതിന് പകലെന്ന രാത്രി ഉണ്ടോ? ഇല്ലല്ലേ. അവനെന്താ പറ്റിയ? ഭ്രാന്ത് പിടിച്ച പോലെ. എനിക്കെന്തോ പേടിയാവുന്നു. സർ, ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല. ഇത്രയൊക്കെ അവങ്ങടന്ന് വരട്ടിയിട്ട് നീ ഭയപ്പെടാനില്ലെന്ന് പറഞ്ഞ ഇതുപോലെ പ്രോബ്ലം ഉള്ള പേഷ്യൻസിനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ്. ഇത് ഡൊമിനേഷൻ കൊണ്ടുള്ള സപ്രഷൻ മൂലമുണ്ടായ ഡിപ്രഷൻ കാരണം സംഭവിച്ച കൊമേഴ്ഷ്യൽ റിലേറ്റഡ് റെവല്യൂഷൻ. ഒരാഴ്ച സമയത്തേക്ക് അവരെ വെറുതെ വിട്ടാൽ ഇത് നോർമൽ ആയിക്കോളും സർ. അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരും വിടില്ല സർ. പിച്ച് ചീന്തി കളയും എല്ലാവരെയും. അല്ല, അവനിങ്ങനെ ആയിത്തീരാൻ കാരണം എന്താണെന്ന്? ഡൊമിനേഷൻ സർ. നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഡൊമിനേഷനാണ് ഈ പ്രോബ്ലത്തിന് കാരണം. അത് നേരായിട്ടാ. ഏട്ടന്റെ ഈ ഡോമിനേഷൻ കൊണ്ട് എനിക്ക് ചില സപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കൂടി ഡിപ്രഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അതേട്ടാ, എനിക്കും കൂടി കുറച്ച് കൊമേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ റെവല്യൂഷൻ ഫീലിങ്സ് എനിക്കും തോന്നിയിട്ടുണ്ട്. അതെ ഡാഡി, പ്രഷർ കൊടുത്ത ബാലൻസ് ചെയ്തിട്ട് കണ്ടോളൂ. നിങ്ങൾ എല്ലാം കൂടി ഇങ്ങനെ പറയാതെ. എന്റെ ഡിസിപ്ലിൻ നിങ്ങളെ അത് ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലാവും. ഓക്കെ, ഇന്നു മുതൽ ജാനകിയുടെ കല്യാണം കഴിയുന്നവരെ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തോളാം. വേണമെങ്കിൽ ഒരു മീറ്റിംഗ് കൂടി കോംപ്രമൈസ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഇപ്പോഴെങ്കിലും ഇത് അറിഞ്ഞത് നന്നായി. രാമരാജ, ഈ മാരേജ് കഴിയുന്നവരെ നീ തന്നെ അതിനെ കൺട്രോൾ ചെയ്തോളണേ. അതൊക്കെ എനിക്ക് വിട്ടേക്ക്, ഞാൻ മാനേജ് ചെയ്തോളാം. താങ്ക് യു രാമ. എന്റെ ചേട്ടാ, കലക്കിയിലെ എന്ത് ഡയലോഗ് ആയിരുന്നു. നിങ്ങളുടെ ഡയലോഗ് കേട്ടാലും പാന്റിൽ മൂത്രം വെച്ചു അല്ലേടാ? അതിരിക്കട്ടെ അനിയാ, അളിയനീ സ്വപ്നത്തിലുള്ളവർക്ക് ഓർമ്മയുണ്ടായാൽ എന്നെ ശരിപ്പെടുത്തി കളയും. നിങ്ങൾ എന്ത് വർത്താനം പറയുന്നത്? നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ചേട്ടന്റെ സ്വപ്നം അയാൾ ഓർക്കുന്നത് എങ്ങനെയാ? കൊച്ചനല്ലേ, കൺഫ്യൂഷൻ ആയി കാണും. അനിയ, നീ വന്നോണ്ട് എന്റെ പേഴ്സണൽ ലൈഫ് ഹാപ്പി ആയി, മനസ്സിലായോ? പ്രൊഫഷണൽ ലൈഫിൽ എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചെന്നോ അത് പറഞ്ഞാലും തീരില്ല. വീട്ടിലാണെങ്കിൽ അളിയന്റെ ഡോമിനേഷൻ, ഓഫീസിലാണെങ്കിൽ ആദ്യയുടെ ഡോമിനേഷൻ. ആ അതെ, നിങ്ങളുടെ പുന്നാര അളിയൻ ആദ്യം ഫാമിലിയും നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചിട്ടുണ്ട്. അയാൾ എങ്ങനെ തീരുമാനം എടുക്കുന്നത്? ഇത് എന്റെ ഡ്രീം അല്ലേ? അയ്യോ, ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല ചേട്ടാ. വരാൻ പോകുന്നത് പത്മനാഭസിംഹയാ. ഈ കഥാപാത്രങ്ങളെല്ലാം രംഗത്ത് കൊണ്ടുവരുന്നത് അയാളുടെ ചിന്തയിന്നാണ്. അത് മനസ്സിലായി റാം. എന്റെ ആളിയനെ വരട്ടിയ പോലെ ആ ആദ്യ കൂടെ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി എനിക്ക് വരട്ടണം. നമ്പർ 1 ആവാൻ പോകുന്നത് പേഴ്സണൽ ലൈഫിൽ മാത്രമല്ല, പ്രൊഫഷണലായി, സൈക്കോളജിക്കലായി, സോഷ്യലായി, മൈഥോളജിക്കലായി എല്ലാത്തിലും നിങ്ങളാ ഡൊമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഡ്രീമിൽ നിങ്ങൾ ബാദ്ഷാ ആയിരിക്കും. പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ലോ, സ്റ്റാർ ഹോട്ടലിലെ ഡിന്നറാ. ഇതുവരെ ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല. വിസ്കി കുടിച്ച ഫുൾ ബോട്ടിൽ, ബ്രാൻഡി അടിച്ച ബോട്ടിൽ, റമ്മുണെങ്കിൽ കോട്ടർ മതി. പത്മനാഭസിംഹ. ഏത് പത്മനാഭൻ? എന്താടാ? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഇതാരാ ഈ കക്ഷി? ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമല്ല. ഈ മാരേജ് കഴിയുന്നവരെ ഫ്രീ ആയിട്ട് പെരുമാറിക്കോളാൻ ഞാൻ പെർമിഷൻ കൊടുത്തു. നിന്റെ പെർമിഷൻ ആർക്കോടാ? മങ്കി, ഡോങ്കി, മരപ്പട്ടി. ദിസ് ഈസ് മൈ ലൈഫ്, മൈ പ്ലഷർ, മൈ ഡ്രീം, മൈ കിക്ക്. ഫസ്റ്റ് ടൈം അല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എന്താണ് ഫസ്റ്റ് ടൈം? 24 വർഷമായിട്ട് ഡേ ആൻഡ് നൈറ്റ് കുടിച്ചോണ്ടിരിക്കുന്നവരാ ഞാൻ. ഇവിടെ ആർക്കെങ്കിലും വേണോ? ഒഴിക്കട്ടെ ഓരോ വെക്ക്. ഈ മരത്തിലെന്നെ പേടിച്ച് വേണ്ടെന്ന് പറയരുത്. രാമരാജൻ. എന്തോന്ന് രാമരാജൻ? അവൻ വന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചാനാ?
ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യേ. ശരി സാർ. നിനക്കൊഴിക്കാൻ ഒരു എന്താ ചേട്ടാ ഈ കാണിക്കുന്നേ? ഒന്ന് എഴുന്നേറ്റ് വരൂ, കുറച്ച് കാര്യം പറയാനുണ്ട്. എന്റെ ഫീലിംഗ് ഇല്ലടാ. എനിക്ക് വേണ്ടി വാ ചേട്ടാ. നിനക്ക് വേണ്ടി ഞാൻ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അതി സാധുഭായിയുടെ ആളുകൾ സിറ്റിയിലെത്തിയിട്ടുണ്ട്. ഇനി 7 നിമിഷം അവർ ആക്റ്റീവ് ആകാമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അവരെന്ത് ചെയ്താലും അതിന്റെ പിന്നിൽ ബാദുഷയായിരിക്കും. ബാദ്ഷ നിങ്ങളുടെ കൺമുന്നിൽ തന്നെയുണ്ട്. വാട്ട്? യെസ്, ബാദ്ഷ നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. ഇതാണ് ബാദ്ഷ. യെസ്, ഐ ആം ബാദ്ഷ. ബാദ്ഷ ഡിസൈഡ് ചെയ്ത വറൗണ്ട് സെറ്റ് ആവും. പൊടി പോലും പീസ് സൈക്കിളെ. സോറി ആദി, ആ ഭ്രാന്തം പറഞ്ഞൊന്നും നീ കേൾക്കാൻ നിൽക്കണ്ട. ഇനി മുതൽ നിന്റെ ഫോക്കസ് മുഴുവൻ സാധുഭായിയുടെ മേലായിരിക്കും. ഷോ സർ, ഇന്നു മുതൽ എന്റെ ടീമിന്റെ ജോലി അതായിരിക്കും. നിന്റെ ഒരു ധോണി, നിന്റെ ടീമും. അതെ, സാധുബായുടെ ആളുകൾ 30 നിമിഷം ഉണ്ടാവുള്ളൂ സിറ്റിയിൽ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം അറിഞ്ഞിട്ടുണ്ട്. സൂക്ഷിച്ചോളാം നീ അവരോട് പറ. നിങ്ങൾ പറഞ്ഞ പോലെ എൻക്വയറി നടത്തി. സാധുബായുടെ ആളുകൾ ക്രേസി റോബർട്ടിന്റെയും റോക്കി റസൂലിന്റെയും സങ്കേതത്തിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഗുഡ്. എന്താ ഡാഡി ഡള്ളായിരിക്കുന്നേ? ഹൈദരാബാദിൽ വെച്ച് നിന്റെ അമ്മയുമൊത്തുള്ള നല്ല നാളുകൾ ഓർക്കരുത്. ഞാൻ ഒരു ചെറിയ വീട്ടിലായിരുന്നു നമ്മളെല്ലാം. ലൈഫിൽ പണമാണ് മുഖ്യമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അമ്മയ്ക്ക് പണത്തേക്കാൾ റിലേഷനായിരുന്നു വലുത്. അപ്പോഴൊന്നും എനിക്കത് മനസ്സിലായിരുന്നില്ല. ഐ ഡിഡ് ദ മിസ്റ്റേക്ക്. ഐ റിയലി മിസ് ഹർ. അമ്മ ജീവിച്ചിരിക്കുന്ന കാര്യം പറയാത്തതിൽ എന്നോട് ക്ഷമിക്കണം ഡാഡി. എന്റെ ലക്ഷ്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉടനെ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കും. എന്തിനാണെന്നോ? നിങ്ങളുടെ കഴിവ് ജനം അറിയണ്ടേ? നിങ്ങളുടെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന പത്മനാഭസിംഹയെ ഉണർത്തണ്ടേ? നിങ്ങൾക്കൊരു ബ്രേക്കിംഗ് ന്യൂസ്, ഡിപ്പാർട്ട്മെന്റിൽ ഷോക്കിംഗ് ന്യൂസ്, മാഫിയക്ക് ഷേക്കിംഗ് ന്യൂസ്. സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സാധുവായുടെ ആളുകളെ ഞാൻ സിംഗിൾ ഡേയിൽ പിടികൂടും. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഗണ്ണുകൾ താഴെ വെച്ച് സെല്ലിലേക്ക് പോകാൻ താരെ കൊള്ളുക. ബിക്കോസ് വെൻ ഫയർ ഇസ് ഫയർ വിൽ ബി ഫയർ. ഐ ആം ഫയർ, ഐ ആം ദ ഫയർ. അതി സർ, ഇതുവരെ ഞാൻ സ്വന്തം സഹോദരിയുടെ മുഖം ഓർത്ത് ക്ഷമിച്ചതാ. ഹീസ് ക്രോസിംഗ് ഹിസ് ലിമിറ്റ്സ്. പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യണം. കോൾ ഫോർ ദി പ്രസ് മീറ്റ്. ഹൈദരാബാദിൽ മാത്രമല്ല, ഡൽഹി, ബോംബെ, കൽക്കട്ട എല്ലായിടത്തും ഒരേ സമയത്ത് തന്നെ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാവണം. നാളെ ഈ സമയത്ത് ഇന്ത്യ മുഴുവൻ ഇതായിരിക്കണം ബ്രേക്കിംഗ് ന്യൂസ്. ആരാടാ നീ? കോയമ്പത്തൂർ നഗരത്തെ കിടുകിട പറപ്പിച്ച പപ്പടക്കള്ളനെ ഓടിച്ചിട്ട് പിടിച്ച് അവന്റെ കൈ തല്ലി ഒടിച്ച പോലീസ് സിംഹം. 1994 ബബിൾ ഗഞ്ച വെച്ച് ഈർക്കലിൽ കുത്തിയിട്ട് അത് കാണിക്ക വഞ്ചിയിലിട്ട് നോട്ടുകൾ കുത്തിയെടുത്തവനെ കുരിച്ചു നിർത്തി ഇടിച്ച IPS സിംഹം. 1999 മാറാട് പ്രതികളെ എത്രയും വേഗത്തിൽ പിടിച്ച് അതിലും വേഗത്തിൽ വെറുതെ വിട്ട IPS സിംഹം. 2004 വീട്ടമ്മയുടെ മാല പൊട്ടിച്ചിട്ട് ഒളിച്ചിരുന്നോണ്ട് തലയടിച്ച് പൊട്ടിച്ച കാക്കി സിംഹം. 2010 വീഡിയോ CD വിറ്റ പയ്യനെ വരട്ടി ആ CD മുഴുവൻ അടിച്ചു മാറ്റിയ ഡിപ്പാർട്ട്മെന്റൽ സിംഹം. ആ സിംഹങ്ങളെല്ലാം മിക്സിയിലിട്ട് അടിച്ച് റീമിക്സ് ചെയ്ത് പുറത്തു വന്നിരിക്കുന്ന ഈ പത്മനാഭ സിംഹം. ഇവനെ പോലത്തെ മുള്ളമ്പന്നിയൊക്കെ യൂണിഫോം ഇട്ടുണ്ടെന്ന പോലീസ് ആവുന്ന നീ എന്ത് പുളുത്താനാണ്? നീ എന്താ മോന്തയ്ക്ക് തുണിയിട്ടിരിക്കുന്ന ഡസ്റ്റ് അലർജിയാ? അല്ല സർ, എന്റെ ഫോക്കസിൽ നിങ്ങളെ ഫേമസ് ആക്കാൻ പോവാ. സാർ കാറിൽ വെയിറ്റ് ചെയ്തോ, ഇവരെ ഫിനിഷ് ചെയ്ത് അതിന്റെ ക്രെഡിറ്റ് സാറിന് തരാം. താങ്ക്സ്, ഓൾ ദി ബെസ്റ്റ്. ഈ ബോംബ് ബ്ലാസ്റ്റിൽ അനവധി ആളുകൾ അന്യായമായി മരിച്ചുപോയിട്ടുണ്ട്. അടിച്ച് കൊല്ലണം നായനെ. സർ,
മൊത്തം RDXും പിടിച്ചെടുത്തു. അവന്റെ പ്ലാൻ എല്ലാം ഫെയിലിയർ ആയതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും സാധുബായ് ഹൈദരാബാദിലെത്തും. യു ആർ കറക്റ്റ് റാം. നമ്മുടെ ടാർഗറ്റ് ഉടനെ സാധിക്കും. ഗുഡ് ലക്ക്. ഗുഡ് മോർണിംഗ്. നമ്മുടെ DCP പത്മനാഭസിംഹ പ്രൊഫഷണലി ഫെയിലായി, മെന്റലി ഡിസ്റ്റർബ്ഡായി. അതുകൊണ്ട് എവിടേക്കുള്ള സാധുബായുടെ ആളുകളെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അവനു വേണ്ടി ഡിപ്പാർട്ട്മെന്റിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് മാത്രമല്ല, ഇന്ന് തന്നെ അവനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. मन बलवान लागे चट्टान रहे मैदान में आगे. ഗുഡ് മോർണിംഗ് എവരിബഡി. ആ ഡെഡ് ബോഡിയുടെ പേര് രാഖി റസൂൽ, സാധുബായുടെ ആളാണ്. നിന്നെ പോലുള്ള അപ്രന്റീസ് പിള്ളേർ ഓർഡറിന് വേണ്ടി കാത്തിരിക്കും, എന്നാൽ സിംഹം സിറ്റുവേഷന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന പോലീസല്ല, പ്രവർത്തിക്കുന്ന പോലീസാണ്. പറയുന്നതേ ചെയ്യൂ, ചെയ്യാവുന്നതേ പറയൂ. സിംഹം, പത്മനാഭ സിംഹം. ദിസ് ഇസ് ദ ലാസ്റ്റ് വാർണിംഗ്. സാധുബായ്, ക്യാൻസറിന് കാരണമുണ്ട്, എയ്ഡ്സിന് ചികിത്സയുണ്ട്. ബട്ട് ഈ പത്മനാഭ സിംഹം കൈവച്ചാൽ അതിന് മരുന്നില്ല. റിമെമ്പർ ദാറ്റ്. ഡോണ്ട് പ്ലേ വിത്ത് ഫയർ. When fire is fire, fire will be fire. I am fire. I am fear. I am fear. I am the fire. ഓ എന്റെ ചേട്ടാ, നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് സ്വന്തം അളിയും ആദ്യം വരണ്ടു പോയി. അതൊക്കെ ശരി തന്നെ റാം, പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഫയർ വേണമല്ലോ. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അതിന് നീ എന്തിനാ ചൂടാവുന്നത്? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിട്ടായിരുന്നു. എനിക്ക് ഐറ്റം കേളായാലും മതി. അയ്യോ, ഐറ്റം കേളെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഒന്നിൽ അനുഷ്ക, അവളെ കിട്ടിയില്ലെങ്കിൽ തമന്ന ആയിരുന്നാലും മതി. അതൊക്കെ എങ്ങനെയാ നടക്കുന്നേ? ബുദ്ധിമുട്ടാ ചേട്ടാ. എന്ത് ബുദ്ധിമുട്ടാടാ? സ്വപ്നത്തിൽ നിയന്ത്രണത്തിനാ? ശരിക്കും സ്വപ്നമല്ലേ? എന്റെ ചേട്ടാ, ഇത് സ്വപ്നമല്ല. ഇതൊന്നും ഞങ്ങളല്ല ഡിസൈഡ് ചെയ്യുന്നത്. ഉറങ്ങുന്ന പത്മനാഭസിംഹയാണ്. അങ്ങേര് ഭാവന ചെയ്യുന്ന പെണ്ണായിരിക്കും നിങ്ങളെ എന്റർടൈൻ ചെയ്യുക. അങ്ങനെയല്ലേടാ? ഭായ്, നമ്മൾ കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത സീരീസ് ഓഫ് ബോംബ് ബ്ലാസ്റ്റ് തകർന്നു പോകാൻ കാരണം ഇവനാ പോലീസ് ഇൻഫോമർ. ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കിയിരിക്കും. ആരുണ്ട് എന്നെ തടയാൻ? ആര്? ഭാഷ എന്ന പേര് കേട്ടപ്പോ നിന്റെ കണ്ണിൽ കണ്ട ഭയം എനിക്ക് മനസ്സിലായി. നിന്റെ മരണം തീർച്ചയായിട്ടും ഭാഷയുടെ കൈകൊണ്ടായിരിക്കും. നീ ചാവും മുമ്പ് നിനക്കൊരു ഷോക്കിംഗ് ഇൻഫർമേഷൻ. ഭാഷയും എന്നെ പോലെ അതേ ഓഫീസർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ആരടാ ഓഫീസർ? ആരടാ ഓഫീസർ? പറയടാ. ആരാണെന്ന് പറയാൻ. ഭാഷ പോലീസിന് വേണ്ടി ജോലി ചെയ്യുന്നോ? ഭായ്, അന്ന് നിങ്ങളെ അടിച്ചത് ആരാണെന്ന് ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അത് വേറെ ആരുമല്ല, ബാദുഷ തന്നെയാ. കറക്റ്റ് ഭായ്. സത്യത്തിൽ പത്മനാഭസിംഹ ഒരു ബഫൂൺ മാത്രമാണ്. അവൻ ഇന്നുവരെ ഒരു പിക് പോക്കറ്റിനെ പോലും പിടിച്ചിട്ടില്ല. ആദി, ആ ഭാഷ, അവന്റെ കൂടെയുള്ള ഓഫീസർ, രണ്ടുപേരെയും എനിക്ക് വേണം. റാം, അവർ നമ്മുടെ ഇൻഫോർമർ കേശവനെ ദാരുണമായിട്ട് കൊന്നു. ഞാൻ അറിഞ്ഞത് സാധുബായ് സിറ്റിയിലുണ്ടെന്നാണ്. നീ ജാഗ്രതയായിട്ടിരിക്കണം. നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആകുന്നവരെ നീ ബാദ്ഷയാണെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല. ഞാനാണ് ബാദ്ഷാ എന്ന് എൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. ഓക്കെ ഓക്കെ സർ. നീ ബാദ്ഷയാണോ? എന്താ മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെന്റ് തേടുന്ന ക്രിമിനൽ നീ തന്നെയാണോ? അതല്ലമ്മേ, ഞാൻ ഏതല്ലെന്നാടാ. എന്ത് നടക്കരുതെന്ന് വിചാരിച്ചു അത് തന്നെയാ നടന്നിരിക്കുന്നത്. എന്റെ ഭാഗ്യദോഷം നീ നിന്റെ അച്ഛനെ പോലെ ആയല്ലോ. ഇനി ജീവിതത്തിൽ ഒരിക്കലും നിന്റെ മുഖം എനിക്ക് കാണണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം സിദ്ധുവാ. എത്ര നേരമായമേ? അവൻ വരുവടാ. ഹായ് മാ. ഹായ് സിദ്ധു. ഹായ് ഡാ. ഹായ് ഡാ. ഇന്നത്തെ ന്യൂസ് പേപ്പർ നീ കണ്ടില്ലേ? ഒന്നിച്ചിരുന്ന് ടിഫിൻ കഴിക്കാന്ന് പറഞ്ഞിട്ട് നീ എന്താ അത്ര വൈകിയത്? അവൻ ലേറ്റ് ആയിട്ട് വന്നെങ്കിൽ അതിനെന്തെങ്കിലും കാരണം. അമ്മയ്ക്ക് അവൻ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണല്ലോ. ഇത് പ്രിന്റ് ചെയ്യാൻ എത്ര സമയമെടുത്ത്? ദിവസവും കാപ്പി കുടിക്കുമ്പോ അമ്മ എന്നെ നീ ഓർക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ പറ്റി ആലോചിക്കണം. കണ്ടില്ലേ? ദാറ്റ് ഈസ് സിദ്ധു. ഓ, അങ്ങനെയാണോ? ആ കൈങ്ങതാ. ഇനി ഓരോ സെക്കൻഡിലും നീ എന്നെ ഓർക്കണം. ഇതെങ്ങനെയുണ്ടമ്മ? നിങ്ങൾ എന്നും ഇതേപോലെ ആയിരിക്കണം. ഞാൻ എങ്ങനെയാ അമ്മേ? ഇവന്റെ കാര്യം സംശയം. എന്നെ സംശയിക്കുന്നോടാ? അല്ലെങ്കിൽ എന്തിനാടാ?
സിവിൽ പാസ്സായിട്ട് നീ അമേരിക്കയിലേക്ക് ഇന്റർവ്യൂവിന് പോകുന്നു. ഇവിടെ IAS IPS കിട്ടി സമ്പാദിക്കുന്നതിന്റെ ഇരട്ടി ഞാൻ അവിടെ പോയി സമ്പാദിക്കും. അതുകൊണ്ടൊക്കെയാ മിടുക്കന്മാർ ഇവിടം വിട്ട് പോകുന്നതും മണ്ടന്മാരൊക്കെ ഇവിടെ കിടക്കുന്നതും. ശരി, ബോംബെ എവിടെയാ? ഇന്ത്യയിലല്ലേ? അവിടെ നല്ല ജോലി കിട്ടിയിട്ട് പോവാൻ ഞാൻ എന്താ ചോദിക്കാമേ? പിന്നെന്താടാ പോണ്ടെന്ന് വെച്ചേ? ജനിച്ചപ്പോൾ മുതൽ ഇവൻ അമ്മയുടെ കൂടെയല്ലേ. ഞാൻ ലേറ്റ് ആയിട്ടല്ലേ വന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു മിസ് യു. റോട്ടിൽ എവിടെയോ കിടന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവനേക്കാൾ ഏറെ നോക്കിയില്ലേ. എങ്ങനെയാ അമ്മേ ഞാനത് മറക്കാ? ഇനി ഇങ്ങനെ പറഞ്ഞ മേടിക്കുന്നീ കണ്ടില്ലേ അമ്മേ? അവൻ വേർതിരിച്ച് സംസാരിക്കുന്നത്. സോറിടാ, ഇനി എങ്ങനെ ഞാൻ പറയും? അവന്റെ ഒരു സോറി പറഞ്ഞില്ലടാ. ഇപ്പോഴും അവന്റെ ദേഷ്യം കണ്ടില്ലേ അമ്മേ? അയ്യോ അമ്മ, ഞാൻ ബാഗ് പറഞ്ഞു. ഇപ്പൊ എടുത്തോളൂ. സൂക്ഷിച്ചു മോനെ. I am okay. ടൈം പോകുന്നു, വാടാ. ചെന്ന് കത്തിക്കണം. എന്ത് പേടിയത്? ഗുൽഷൻചന്ദ് ബ്ലാസ്റ്റിന് പിന്നിൽ സാധുവായിയുടെ ഗ്യാങ് ആണെന്നാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്ന വിവരം. പോലീസ് അലർട്ടാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ബോംബ് ബ്ലാസ്റ്റിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ധനസഹായം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡേ രാം, നീ ന്യൂസ് കണ്ടോ? ബോംബെ ലോക്കൽ ട്രെയിനിൽ ബോംബ് ബ്ലാസ്റ്റ്. ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പൊ ഇത് കോമൺ അല്ലേടാ. അതേ ബ്ലാസ്റ്റ് ഞാനുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? ആക്ച്വലി നമുക്ക് പവറിന്റെയോ പോവർട്ടിയുടെയോ പ്രോബ്ലം അല്ല ഉള്ളത്. ഈ ടെററിസോ മാഫിയ ഗാങ്ങോ നമ്മുടെ രാജ്യത്തിന്റെ മേജർ പ്രോബ്ലം. ഇവന്മാരെയൊക്കെ നേരത്തെ നിർത്തി റൂത്ത്ലെസ് ആയിട്ട് കൊല്ലുക വേണ്ടത്. സർ, ഞാൻ പോലീസിൽ ചേരുന്നത് പവറിന് വേണ്ടിയോ പ്രോപ്പർട്ടിക്ക് വേണ്ടിയോ അല്ല, എന്റെ രാജ്യത്തിന് വേണ്ടി. അനേകായിരം ആളുകളുടെ അകാല മരണത്തിന് കാരണമാക്കിയ സാധുഭായ ഗ്യാങ്സ്റ്റേഴ്സിനെ അമർച്ച ചെയ്യാൻ വേണ്ടി. ആ ലക്ഷ്യത്തിന്റെ 90% ഞാൻ വിജയിച്ചിരിക്കുകയാണ്. ബാക്കി 10% മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ട്രെയിനിങ് പീരീഡിൽ എല്ലാ ഇവന്റ്സിലും ഞാൻ ഹൈ ഗ്രേഡിൽ പാസ്സായതാണ്. പിന്നെ എന്തിന് നിങ്ങൾ എന്നെ റിജക്ട് ചെയ്തു? മേ ഐ നോ ദ റീസൺ? യുവർ ഫാദർ. നീ റിജക്ട് ആവാനുള്ള റീസൺ നിന്റെ അച്ഛൻ ധൻരാജ് തന്നെയാ. 20 വർഷം മുമ്പ് മരിച്ചുപോയ എന്റെ അച്ഛൻ എങ്ങനെ അതിന് കാരണമാവും? നിന്റെ അച്ഛൻ ജീവനോടെ ഉണ്ട്. നീ ഏത് സാധുബായിയാണ് അമർച്ച ചെയ്യാൻ നോക്കുന്നേ? അതേ സാധുബായിയുടെ കീഴിൽ മെക്കോവിലെ കാസിനോയിൽ നിന്റെ അച്ഛൻ ജോലി ചെയ്യുകയാണ്. ആസ് പെർ അവർ മാനുവൽ, ക്രിമിനൽ ഫാമിലി ഹിസ്റ്ററിയുള്ള കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാൻ പാടില്ല. ദാറ്റ്സ് വൈ യു ആർ റിജക്റ്റഡ്. 20 വർഷമായി ഞാൻ സാധുവിനെ പിടികൂടാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അച്ഛൻ ധൻരാജ് ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ടാണ്. സ്വന്തം കഴിവുകൾക്ക് അംഗീകാരം കിട്ടാത്തതിന്റെ നിരാശയിൽ സാധുബായിയുടെ ഫിനാൻഷ്യൽ അഡ്വൈസറായി അയാൾ മാറി. സാധുബായി ഇന്ത്യ വിട്ടപ്പോൾ നിന്നെയും നിന്റെ അമ്മയെയും കൂടെ കൂട്ടാൻ നിന്റെ അച്ഛൻ ശ്രമിച്ചു. അതിന് നിന്റെ അമ്മ സമ്മതിച്ചില്ല. നിന്റെ അച്ഛൻ നിർബന്ധിക്കുമെന്ന് ഭയന്ന് അവരും നീയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയതായി നിന്റെ അച്ഛനെ നിന്റെ അമ്മ വിശ്വസിപ്പിച്ചു. അതുപോലെ നിന്റെ അച്ഛൻ മരിച്ചുപോയെന്ന് നിന്നെയും അവർ വിശ്വസിപ്പിച്ചു. രാം, നിന്റെ കണ്ണുകളിലെ അഗ്നിയിലും വാക്കുകളിലെ സത്യസന്ധതയിലും എനിക്കുള്ള പ്രതീക്ഷയിൽ ഒരു മാർഗം തെളിയുന്നു. നീ നിന്റെ അച്ഛൻ വഴി ആ ഗാങ്ങിൽ കയറിപ്പറ്റി അവരുടെ വിശ്വാസം തേടുന്നൊരു വഴി. സാധുവായി ഇന്ത്യയിൽ ബോംബ് ബ്ലാസ്റ്റ് പ്ലാൻ ചെയ്യുന്നതായി ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട്. അത് ഏത് വിധേനയും തടയണം. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ നിന്റെ അച്ഛൻ്റെ എല്ലാ കേസുകളും ഇല്ലാതാക്കാം. വാട്ട് യു സേ? ഷുവർ സർ. ഇനി മുതൽ എന്റെ ടാർഗറ്റ് സാധുഭായാണ്.
അങ്ങനെ ഓപ്പറേഷൻ സാധുബായ് സ്റ്റാർട്ടായി. അങ്കിൾ ബാബയുടെ സഹായത്തോടെ ഗ്യാങ്ങിൽ കയറി നാട്ടിലുള്ള സകല ടെററിസ്റ്റുകളെയും തകർക്കാൻ തുടങ്ങി. സാധുബായ് പ്ലാൻ ചെയ്ത മേജർ ബോംബ് ബ്ലാസ്റ്റിൽ നിന്ന് വളരെ സമർത്ഥമായി നാടിനെ രക്ഷിച്ചു. അതുമാത്രമല്ല, മാഫിയകളുടെ കയ്യിൽ നിന്ന് അച്ഛനെ അവൻ വീണ്ടെടുത്ത് തിരുത്തി കൂട്ടിക്കൊണ്ടുവന്നു. സോറി മോനെ, നിന്നെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഇറ്റ്സ് ഓക്കെ മാ. അച്ഛൻ എപ്പോഴും അമ്മയെക്കുറിച്ച് പറയാറുണ്ട്. അച്ഛനെവിടെ? മക്കൾ തെറ്റ് ചെയ്ത അച്ഛനും അമ്മയാണ് തിരുത്ത്. എന്നാൽ തെറ്റ് ചെയ്ത എന്നെ നീ തിരുത്തി. ഇങ്ങനൊരു മകനെ കിട്ടിയത് നമ്മുടെ മഹാഭാഗ്യ. ഇറ്റലി നടന്നതൊക്കെ ഓർക്കുമ്പോ എനിക്ക് തന്നെ നാണം തോന്നുക. നിങ്ങളെക്കുറിച്ച് അറിയാതെ ഞാൻ എന്റെ ഫിലോസഫിയും പറഞ്ഞ് ബോറടിപ്പിച്ചു. ശ്രീകൃഷ്ണനെ പോലെ പിന്നാലെ നടന്ന ലവറെ ശിഷ്യനെന്നൊക്കെ പറഞ്ഞു. അത് നന്നായി. ഇപ്പൊ ലവറെന്ന് വിളിച്ചല്ലോ, ഇനി ഹസ്ബൻഡ് എന്ന് വിളിച്ചോ. അതത്ര ഈസി അല്ല. ആദ്യം എടുത്ത് അനിനിറ എന്റെ ഡാഡിക്ക് അറിയില്ല. അത് കൺവിൻസ് ചെയ്താൽ ഈ കല്യാണം ക്യാൻസൽ ആവൂ. അതെങ്ങനെ നടക്കും? നാളെ നടക്കാൻ പോകുന്ന സോങ്ങിലും ഡാൻസിലും സ്റ്റെപ്പിലും എല്ലാം ശരിയായിക്കോളും. രാമരാജൻ, കല്യാൺ വീട്ടിൽ നടക്കുന്ന സംഗീത വിരുന്നിനെ കുറിച്ച് നാട്ടുകാരൊക്കെ പ്രശംസിക്കണ്ടേ? കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണല്ലോ? എല്ലാം പെർഫെക്റ്റ് ആണ് സർ. ഒരു കാര്യം ഒഴിച്ച്, ഇന്ന് പത്മനാഭസിംഹ പെഗ് അടിക്കാൻ പാടില്ല. അത് സാറൊന്ന് ഉറപ്പാക്കണം. എല്ലാരും ചെല്ല് ചെല്ല്. മച്ചമ്പി, പിള്ളേരുടെ ഇടയിൽ പോലും നിങ്ങൾ ഭയങ്കര പ്രശസ്തി ഓരോരുത്തർക്കും പ്രശസ്തി വരുന്നത്. കറക്റ്റ് ആളിയാ. ഈ ഒക്കേഷനിൽ ചെറിയൊരു റിക്വസ്റ്റ്. എന്താ? കല്യാണ വീട്ടിൽ അമംഗളൊന്നും നടക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ മദ്യപിക്കരുത്. ഓഞ്ഞ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ഞാൻ മദ്യപാനം നിർത്തണോ? മുതിർന്നവർ പറയുന്നതല്ലേ, ഒരു ദിവസത്തേക്കൊന്നും അനുസരിക്കും. എന്റെ സോൾമേറ്റ് പറഞ്ഞോണ്ട് ഓക്കെ. അത് തന്നെയാ ഞാൻ. ഊർമ്മളെ, നിന്റെ ചേട്ടൻ എന്തിനാ പറഞ്ഞേ? പറയാ, ആരാ അയാളെ വിളിച്ചേ? ഞാനാ സർ. നീയോ? അയാൾ എന്റെ ബന്ധുവല്ല, ശത്രുവാ. അതറിയാമോ? സാർ ദേഷ്യപ്പെടണ്ട. എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാ. ശത്രുവിനെ പണിഷ് ചെയ്യേണ്ടത് ദൂരെ നിർത്തിയല്ല, പിന്നെ അവർക്ക് മിസ്സാവുന്നത് എന്താണെന്ന് കൂടെ നിർത്തി നമ്മൾ കാണിച്ചു കൊടുക്കണം. ഈ കല്യാണത്തിന്റെ പ്രൗഢിയിൽ അയാൾക്ക് അസൂയ മൂക്കണം. കറക്റ്റാണ്ടാ, ഞാനത് ആലോചിച്ചില്ല. ചേട്ടൻ വന്നല്ലോ. ചേട്ടത്തെ സുഖാണ്? സുഖം തന്നെ. അല്ലളിയാ, ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ ഞങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് പോയ ആളല്ലേ നീ, ഓർമ്മയുണ്ടോ? അതുകൊണ്ടല്ലേ അളിയ 2 വർഷമായിട്ടും ഉണ്ടായിരുന്നത്. നമ്മുടെ കുടുംബത്തിലെ കല്യാണം എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ കണ്ടോ? ഗോപികൃഷ്ണ സിംഹൻ അളിയനെ കൊണ്ട് മുൻനിര തന്നെ ആയിക്കോട്ടെ, വരൂ വരൂ വരൂ. വളരെ നന്ദിയുണ്ട്. നീ കാരണം എനിക്ക് എന്റെ ചേട്ടനെ തിരിച്ചു കിട്ടി. താങ്ക്സ് പറയേണ്ടത് എനിക്കല്ല, ജാനകിക്ക. അവൾ എന്നോടെല്ലാം പറഞ്ഞിരുന്നു. സംഗീതം കേട്ടാലേ കല്യാണം മറന്നു പോകും. അപ്പോ കല്യാണം വേണ്ടതാ? ഞാനൊരു മാരേജ് ജോക്ക് പറഞ്ഞല്ലേ. ടേക്ക് ഇറ്റ് ഈസി. ഈ ഫംഗ്ഷൻ തീരുന്നതിന് മുൻപ് പത്മനാഭന്റെ പിന്നിലുള്ള ഭാഷ ആരാണെന്ന് അറിയണം. ഓക്കെ സർ. ഒരു മിനിറ്റ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അത് പിന്നെ സർ, നമ്മുടെ പത്മനാഭസിംഹയുടെ സ്വഭാവത്തിൽ ഈയിടെയായിട്ട് കുറച്ച് മാറ്റമുണ്ട്. ഞാനത് നോട്ട് ചെയ്തിരുന്നു. അയാൾ എന്തോ ഭാഷ കറക്റ്റ് സർ. അവര് സ്ഥിരമായി ഫോണിൽ സംസാരിക്കാറുണ്ടെന്നേ. റെഗുലർ ടച്ച് ഉണ്ട്. ദിവസവും ഇരുട്ടത്ത് വെച്ച് കാണാറുമുണ്ട്. ഭാഷയെ നീ കണ്ടിട്ടുണ്ടോ? ട്രൈ ചെയ്തു സർ, പക്ഷേ ഇരുട്ടത്ത് മുഖം ശരിക്കും കാണാൻ പറ്റില്ല. എങ്കിലും ഒരു കാര്യം കൺഫേം സർ, അയാൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഡേഞ്ചറസാ. ഇനിയൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഷോക്കാവും. എന്താണ്? അയാൾ നിങ്ങളെ കൊല്ലും സർ. ഞാൻ കേട്ടതാ സർ. എന്തോ സിദ്ധുബായോ സാധുബായ്. കറക്റ്റ് അങ്കിളെ. അയാളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ സർ? തനിക്കെന്താ ഗുണം? ഈ കല്യാണത്തിൽ നിന്ന് എനിക്കെന്ത് കിട്ടാനാ സർ? നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. ഈ വിഷയം ആരോടും പറയാൻ നിൽക്കണ്ട. താങ്ക് യു സർ. ഇത്രയും കാശ് തന്നല്ലേ, ഒരു അഡ്വൈസ് തരട്ടെ? ഫ്രീയാ. ആ പൊട്ടൻ ഒരു ഫുൾ ബോട്ടിൽ കൊടുത്താ ബാദ്ഷയെ കുറിച്ച് മുഴുവൻ പറഞ്ഞു തരും. ഫ്രീ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്താ? നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ബോട്ടിൽ. സോറി, ഇന്ന് മദ്യപിക്കൽ നിന്റെ സോൾമേറ്റ് ഞാൻ വാക്ക് കൊടുത്തു പോയി. ഓ, അതൊക്കെ ശരിയാ. എന്നാലും കല്യാണച്ചക്കൻ പറയുന്നതല്ലേ, ഒരു ജ്യൂസ് എങ്കിലും കഴിക്കും. ജ്യൂസ് ആണെങ്കിൽ ഓക്കെ. ജ്യൂസ്. രാം, ഇവനെന്താ റൂട്ട് മാറ്റി അങ്കിൾ എന്ന് വിളിക്കുന്നേ? ആർക്കറിയാം? പത്മനാഭസിംഹയുടെ പ്ലാൻ നമുക്കറിയില്ലല്ലോ. കറക്റ്റ്. ഇതാ അങ്കിൾ ജ്യൂസ്. ഇതെന്താ 2 ഗ്ലാസ് കൊണ്ട് വെച്ചേ? 2 അങ്കിളിന് തന്നെ. എങ്ങനെയുണ്ട് ചേട്ടാ? ഫാന്റാസ്റ്റിക്. എന്നാ ഇതും കൂടെ കുടിക്കേ. താങ്ക്സ്. ഒരെണ്ണോടെ എടുക്കട്ടെ? കൊണ്ടുവാ. രാംരാജ്,
ജ്യൂസ് അവിടെ കാണുന്നില്ലല്ലോ. ഷിറ്റ്, ഇതാരെടുത്ത് കുടിച്ചു? ഷുഗർ കൂടുതലാണെങ്കിൽ ഇന്ന് മധുരം കുടിച്ചിട്ട് തന്നെ. മദ്യം കഴിച്ച് ഡാൻസ് ചെയ്യാൻ നിനക്ക് നാണമില്ലേ? കല്യാണ വീട് മൊത്തം നാശിച്ചു. എന്താണോ ഇതൊക്കെ? സർ, അവര് വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാ. അവർക്ക് എന്താ ബുദ്ധി? അവരുടെ തെറ്റല്ല സാർ. അത് പറയാ നീ ആരാ? ജ്യൂസിൽ മദ്യം കലർത്തിയത് നിങ്ങളുടെ സണ്ണില്ല. വേണമെങ്കിൽ ഈ വീഡിയോ കാണൂ സാർ. എടാ, ആ പൊട്ടൻ ഭാഷയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? എന്തു പറയാനാ, ജ്യൂസ് ജ്യൂസ് എന്ന് പറഞ്ഞ് ചാകുമായിരുന്നു. എടാ, ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് പത്മനാഭ സിംഗെ പൊക്കിയാലേ നമ്മുടെ കാര്യങ്ങൾ സോൾവ് ആകത്തുള്ളൂ. എന്തൊരു ധൈര്യമാടാ എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കുന്നോടാ? ഒന്ന് പതുക്കെ പറയണോ? എന്തിനാ പതുക്കെ പറയുന്നേ? പ്രൊഫഷണൽ ആയിട്ട് എന്നോടുള്ള ജലസി ഉണ്ടല്ലേ നീ ഈ നീതികൃത്യം ചെയ്യാൻ തയ്യാറായത്? പിച്ചും പേയും പറഞ്ഞ കൊന്നുകളയും. കൊല്ലടാ കൊല്ലടാ കൊല്ല്. കം ഓൺ കിൽ മീ ഐസേ. ആലി, shut up. നിന്റെ ക്യാരക്ടർ ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി. ജ്യൂസിനകത്ത് മദ്യം നിറത്ത് കൊടുത്തിട്ട് എന്റെ അളിയനോട് നീ ഇപ്പൊ ആർഗ്യൂ ചെയ്യുന്നോ? നാടുവില്ലാത്തവനെ, നീ മനുഷ്യനെ മൃഗമോ? അല്ല സർ, ഇതൊക്കെ ഇത്ര സീരിയസ് ആക്കണോ? ഇതിനെ ഒരു തമാശയായിട്ട് കണ്ടങ്ങ് വിട്ടുകളഞ്ഞ പോരെ. ഇവൻ തമാശ കാണിച്ചത് ആരോടെന്നറിയോ? എന്റെ അനിയത്തിയുടെ ഭർത്താവ്, ഈ വീടിന്റെ മരുമകൻ. എന്റെ അളിയനോ എന്നോട് ഇത്രയ്ക്ക് ബഹുമാനോ? ഈ സ്വപ്നം സത്യമായിരുന്നു. മര്യാദയ്ക്ക് ഇവനോട് ചെയ്ത തെറ്റിന് ഈ കാല് പിടിച്ച് മാപ്പ് പറ. അല്ല, ഇതെന്താ നോക്കി നിൽക്കുന്ന? കല്യാണം ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് കാല് പിടിച്ച് മാപ്പ് പറയൂ. എന്തിനാ കാലേ വീഴുന്നേ? ഇത്രയൊക്കെ പറഞ്ഞതിന് ആ കമ്മീഷണറാണ് ഇവന്റെ കാലേ വീഴേണ്ടത്. മനസ്സിലായോ? ഫാമിലി മാനേജ് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കുണ്ട്. എന്താണോ നിന്റെ മര്യാദ? തെറ്റ് ചെയ്ത് അവന് ബുദ്ധി പറഞ്ഞു കൊടുക്കണോ? അല്ലാതെ ന്യായീകരിക്കല്ലോ വേണ്ടത്. വെറുതെ പോത്തിനെ പോലെ വളർന്നിട്ട് കാര്യമില്ല. തലയ്ക്കകത്ത് വല്ലതും വേണോ? സാർ, ഹോൾഡ് യുവർ ടങ്. ഈ എന്റെ നേരെ വിരൽ ചൂടാൻ മാത്രം വളർന്നോടാ. വേണ്ടി വന്നാൽ നിന്നെ ഇവിടുന്ന് പുറത്താക്കാതിരിക്കറിയാം. നിങ്ങൾ പിടിച്ച് പുറത്താക്കാനേ ഞങ്ങൾ നിങ്ങളുടെ വീട്ടുവേലക്കാരൊന്നുമല്ല. അല്ല, എന്തിനാ ഇനി ആർഗ്യുമെന്റ്? കല്യാണം ക്യാൻസൽ ചെയ്താൽ എല്ലാം തീർന്നില്ലേ? ഇതൊക്കെ പുറത്തിറങ്ങി നിങ്ങളുടെ ഇമേജ് പോവില്ലേ? ഇനി ആലോചിക്കാനില്ല, ഈ കല്യാണം ക്യാൻസൽ. നിങ്ങൾ ആരാത് പറയാൻ? ഞാനാ പറയുന്നേ, ഈ കല്യാണം ക്യാൻസൽ. പോടാ, ഇറങ്ങി വാടാ, പോകാവിടാ. നാറി ഒരു സമ്മതം. ക്ഷമിച്ചേരെ സാറേ. അളിയ, ഈ വിവാഹം മുടങ്ങിപ്പോയെന്നല്ലാതെ നമ്മുടെ കുടുംബത്തിന് ഒരു ഡാമേജ് സംഭവിച്ചിട്ടില്ല. അളിയന്റെ വിലയ്ക്കും നിലയ്ക്കും അന്തസ്സിനും ചേർന്നൊരു ചെറുപ്പക്കാരനെ കിട്ടാതെ പോവോ രാംരാജ്? അതെ സർ, അവൻ ജാനകി മാഡത്തിന്റെ ഫ്രെയിമിന് അത്ര കറക്റ്റ് ആയിരുന്നില്ല. ഫ്രെയിം കറക്റ്റ് ആവണമെങ്കിൽ പയ്യനെ മാറ്റി ചിന്തിക്കണം. ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ജീവൻ കൊടുത്തവനാ കേശവൻ. നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരേണ്ടത് എന്റെ കടമയാ. താങ്ക് യു അങ്കിൾ. നീ നിന്റെ അച്ഛന് താങ്ക്സ് പറയണം. നിങ്ങൾക്ക് എപ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. രാംചന്ദർ, 12 രാജ്യങ്ങളിലെ പോലീസിനോട് കളിക്കുന്നവനാണ് ഞാൻ. ആ എന്നോട് വേണ്ട. ആദ്യ RDX ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം. ഇതിന്റെ പിന്നിൽ ഭാഷയാണെന്നും എനിക്കറിയാം. ഭാഷ എവിടെ ഉണ്ടെന്ന് നീ പറ, ഇല്ലെങ്കിൽ നീ പീസാകും. ഏയ് സാധു, ഈ ജാതി കള്ള പോലീസുകാർ കാശിന് വേണ്ടി ഡ്യൂട്ടി ബലിഴിക്കും. എന്നെപ്പോലുള്ള പോലീസുകാരെ ഡ്യൂട്ടിക്ക് വേണ്ടി പ്രാണം ബലിഴിക്കടാ. എന്താ നിന്റെ സിനിമയ്ക്ക് ഞാൻ ക്ലാപ്പടിക്കണോ? യെസ്, ടിവിയിൽ നിങ്ങളുടെ ഹീറോയിസം കണ്ടപ്പോൾ ഒരു ചാൻസ് ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അതിന്റെ ഇൻസ്പിറേഷൻ എന്താ? ക്രേസി റോബർട്ട്. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ പലതും ഫേസ് ചെയ്യേണ്ടി വരും. അനുസരിച്ചില്ലെങ്കിൽ ഒന്നുകളെ ഒന്ന്. അയാളും നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താ? ശത്രുത. അയാളെന്നോട് കാശ് ചോദിച്ചു, ഞാൻ ഒന്ന് പറഞ്ഞു. അയാൾ ഹർട്ടായി, ഞാൻ ബുക്കഡായി. ഒരു തവണ എന്നെ അറ്റാക്ക് ചെയ്യാൻ പോലും ശ്രമിച്ചു. ഈ ഇഡ്ഡലി ഫേസ് കണ്ടിട്ടാണോ? ഫേസ് കണ്ടിട്ടല്ല, സിനിമ കണ്ടിട്ടാ. ഞാൻ അയാളെ കണ്ട എന്റെ പടത്തിലെ വില്ലനെ സൃഷ്ടിച്ചത്. അയാൾക്ക് ഇഷ്ടപ്പെട്ടു കാണില്ല, ബാക്കി പറ. അയാൾ എന്നെ റൗഡുകളെ വിട്ട് ഭീഷണിപ്പെടുത്തി കൊല്ലാൻ നോക്കി. പിന്നെ അതല്ലാതെ അയാൾ എന്താ ചെയ്യേണ്ടത്? അയാൾക്ക് ഞാൻ കൊടുക്കുന്നത് പബ്ലിസിറ്റി അല്ലേ? എന്റെ ബോസ്, ഞാൻ പറയുന്നത് കേക്ക്. അയാളെ നിങ്ങൾ വില്ലനാക്കിയതുകൊണ്ടല്ലേ? അതാണ് നമ്മുടെ ആളുകൾക്കുള്ള പ്രോബ്ലം. ക്യാരക്ടർ വില്ലനോ നായകനോ ആയിക്കോട്ടെ, കിട്ടുന്നത് പബ്ലിസിറ്റി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് നല്ലൊരു ചാൻസാ. കുറെ നായകന്മാരോട്ട് എനിക്ക് ബന്ധം സ്ഥാപിക്കാം. ഏതായാലും വിടണ്ട. അതിരിക്കട്ടെ, ആരാ ഹീറോയിൻ? സണ്ണി ഡിയോൾ. അപ്പൊ ബോൺ സ്റ്റാർ. മൈ ഹീറോ ബോൺ സ്റ്റാർ. ഞാൻ റൈസിംഗ് സ്റ്റാർ. രണ്ടുപേരും കലർന്നാൽ മൾട്ടി സ്റ്റാർ. ലൊക്കേഷൻ എവിടെ? സ്വിറ്റ്സർലൻഡ് ആണോ? സ്വിറ്റ്സർലൻഡ് ആണേ കൊള്ളായിരുന്നു, നല്ല ക്ലൈമറ്റാ. അതെ, എവിടെ ഒന്നുമില്ല, എവിടെ വെച്ചോണെങ്കിലും. ഏതായാലും അവരുടെ അടുത്ത് തന്നെ എനിക്കൊരു മുറി പറഞ്ഞേ.
സണ്ണി ലിയോൺ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. ആദി, അവന്റെ തന്ത, ക്രേസി റോബർട്ട് എല്ലാരും ഉണ്ടല്ലോ. ഇവരെന്താ ഇവിടെ? ഓ, കഥയുടെ ക്ലൈമാക്സ് ആയിരിക്കും ഇത്. എല്ലാരെയും പങ്കെടുപ്പിച്ചോണ്ടുള്ള ഒരു സീൻ. നാരായണരാജേ, നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഈ നില വന്നത്. വേഗം അവരോട് പറഞ്ഞ് ഞങ്ങളെ റിലീസ് ചെയ്യേ, അല്ലെങ്കിൽ തന്റെ സിനിമ റിലീസ് ആവൂല. എന്തിനാണ് നീ അവരൊക്കെ പേടിക്കുന്നത്? ഞാനിവരെ ഫ്രീ ചെയ്യാൻ വന്നിരിക്കല്ലേ. എടാ ആദി, ഈ ചെറ്റ ഗുണ്ടകളുടെ കൂടെ കൂടെ നിനക്ക് നാണമില്ലടാ. നാവടക്കടോ. ബാദ്ഷ എവിടെ? കൺമുമ്പ് നിൽക്കുന്നവൻ എവിടെയെന്ന് ചോദിക്കുന്നോടാ. ഞാനാണ് ബാദ്ഷാ. ബാദ്ഷാ ഡിസൈഡ് ചെയ്താൽ വാർ ഓൺ സൈഡ് ആവും. Die! Don't play with the fire. If you fire with the fire, I will be the fire. I am fire. I am the fire. നാരായണരാജേ, ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്ത്. താടിക്ക് തീ പിടിക്കുമ്പോഴാണോ ബീഡി കത്തിക്കുന്നത്? നല്ലയുടെ സൂര്യ എന്നെ അടിക്കുന്നോടാ. എന്റെ ലോകത്തൊന്ന് എന്നെ അടിക്കാൻ ധൈര്യം ഉണ്ടോടാ? നിന്റെ ലോകോ? Yes, this is my world. ഇത് എന്റെ ആളിന്റെ സൃഷ്ടിയാ. ഭ്രാന്ത് പറയാതടോ. തനിക്ക് സ്ത്രീധനം കിട്ടിയതാണോ ഈ ലോകം? ആർക്കാടാ ഭ്രാന്ത്? ഫോർ യുവർ ഇൻഫർമേഷൻ, നിങ്ങളൊക്കെ എന്റെ ആളിന്റെ സൃഷ്ടിയാണ്. എന്റെ ആള് തീരുമാനം എടുത്തിരിക്കുക എന്നെ വിജയിപ്പിക്കാൻ, എനിക്ക് ആരാധകരെ ഉണ്ടാക്കി തരാൻ, എന്നെ ഉറങ്ങാൻ വിടാൻ. അതെ, എവിടെയാ ഉറങ്ങാൻ പോകുന്നേ? നിങ്ങൾ സ്വപ്നത്തിലാണെന്ന് അവരോട് പറയരുത്. പറഞ്ഞ സ്വപ്നത്തിൽ നിങ്ങൾ ചത്തുപോകും. ഇംപോസിബിൾ. അത് മാത്രം പറയില്ല. അത് പറയില്ലടാ, പറയില്ലടാ. പറഞ്ഞാ ചത്തുപോകൂടാ. പറഞ്ഞില്ലെങ്കിലാണ് നീ ചാവാൻ പോകുന്നത്. പറയടാ. സ്വപ്നത്തിൽ ഇങ്ങനെ ഹാർട്ടാവുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. നമ്മളാണെന്തിനാ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്? യൂസ്ലെസ് മനുഷ്യൻ. എനിക്ക് ഈ സ്വപ്നത്തിൽ നിന്ന് എത്രയും വേഗം പുറത്തു വരണം. അതിന് വേറൊന്നും വേണ്ട. സിമ്പിളായിട്ട് കണ്ണടച്ചാ മതി. എന്താണോ ആലോചിക്കുന്നത്? സാർ, എനിക്കൊരു 5 നിമിഷം ടൈം തരൂ. എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം, പ്ലീസ്. ഓക്കെ. അയ്യോ, ലേ 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 ലാ 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 ലേ 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 എൻ രാജാ നിദ്ര ലോകമല്ലയോ ലേ 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 ലേ. എന്തൊരു ഉറക്കമാണോ ഇത്? ഞങ്ങളെ നോക്കി നിർത്തി നീ ഇവിടെ കിടന്ന് ഉറങ്ങുക? അവന്റെ മണ്ട നോക്കിയാണ് കൊടുത്ത്. ഞാനെന്താ ഇപ്പോഴും സ്വപ്നത്തിലാണോ? അതിനർത്ഥം ചൈന മിഷൻ കേടായെന്നാണോ? പിച്ചുമ്പയും പറയാതെ എഴുന്നേക്കണോ? എന്നെ വിശ്വസിക്കരുത്. രാമൻ ഉടനെ വിവരം അറിയിക്കണം. ആരാടാ രാംരാജ്? പറയടാ, പറയാൻ. പറയാനൊന്നും മനസ്സില്ല. വേണേ കാണിച്ചു തരാം. ഇതാ രാമൻ. ഇവനാ വെഡിങ് പ്ലാനർ അല്ലേ? ഇവനാണ് ബാദ്ഷാ. ഇവനാ ബാദ്ഷാ? ഇവൻ ബാദ്ഷാണെങ്കിൽ വെഡിങ് പ്ലാനറായിട്ട് വേഷം കിട്ടിയ എന്തിനാ? സാധു, നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിനക്ക് മനസ്സിലാവാൻ പോകുന്നില്ല ഈ കേസിൽ ബാദ്ഷായുടെ സ്കെച്ച്. ജാനകി വഴി ആദിയെ ട്രാപ്പിലാക്കാൻ പത്മനാഭസിംഹയെ ഡ്രീം മിഷന്റെ പേരും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് അവൻ. വേട്ടക്കാരൻ ടൈഗറിന് നേരെ ഇറച്ചെറിഞ്ഞു കൊടുക്കുന്ന പോലെ ഭാഷ ഇയാളെ നിങ്ങൾക്ക് ഇരയായിട്ട് ഇട്ടു തരികയായിരുന്നു. അതായത് സാധാരണ ജീവിതത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുന്നതാണ് ഈ ഡ്രീം മെഷീൻ. നീ ഇപ്പൊ സ്വപ്ന ലോകത്താ. പിന്നെ ആരാ ഡിസൈഡ് ചെയ്യുന്നത്? ഞങ്ങളല്ല ഡിസൈഡ് ചെയ്യുന്നത്. ഉറങ്ങുന്ന പത്മനാഭസിംഹയാണ്. നിങ്ങളുടെ ഡ്രീമിൽ നിങ്ങൾ ബാദ്ഷാ ആയിരിക്കും. അപ്പൊ ഇത് ഡ്രീം അല്ലേ? ഇത് ഡ്രീം അല്ലടാ. ആ വീട്ടിൽ അത്രയും പേരുണ്ടായിട്ട് എന്നെ എന്തിനാ ഇതിന് സെലക്ട് ചെയ്തത്? നിന്നെ ടിഷ്യൂ പേപ്പർ പോലും ഉപയോഗിച്ചിട്ട് വലിച്ചെറിയാൻ. ആദി, ഇനി ഇവിടെ നിൽക്കുന്നത് നമുക്ക് സേഫ് അല്ല. വിൽസണോട് ഹാക്കിംപേട്ട് എയർബേസിലേക്ക് ഹെലികോപ്റ്റർ എത്തിക്കാൻ പറ. NT Ramraj, Assistant Commissioner of Police.
നീ ഇന്ത്യയിലേക്ക് RDX റിക്കവർ ചെയ്യാൻ ഞാൻ റിക്രൂട്ട് ചെയ്ത പോലീസ് ഓഫീസർ റാം. ഒറ്റ ക്യാരക്ടറിൽ ഇത്രയധികം വേരിയേഷനോ? സാധു, യൂണിഫോം ഇല്ലാതെ നിന്റെ മൊത്തം ഗ്യാങ്ങിനെ ഇവൻ മുട്ടുകുത്തിച്ചു. ഇപ്പൊ യൂണിഫോം ഇട്ടു വന്നിരിക്കുകയാണ്. നിനക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കടാ. ബാദ്ഷ, 20 വർഷങ്ങളായി ഒരു പോലീസിനും എന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ബട്ട് നീ എന്നെ കൊണ്ടുവന്നു. ഗ്രേറ്റ്. നിനക്ക് എന്ത് വേണോന്ന് പറ, അത് എപ്പോ വേണോന്ന് പറ, ഞാൻ തരാൻ തയ്യാറാ. സാധു, നിന്നെ പോലെ അഡ്രസ് ഇല്ലാത്തവന്മാരുടെ വാക്ക് കേട്ട് ഡ്രസ് ചെയ്ത ലോഫർമാർ നിന്റെ ഓഫറിൽ വീണേക്കാം. പക്ഷെ ഈ ഡ്രസ്സിന് ഒരു അഡ്രസ് ഉണ്ട്. NT രാമരാജ്. ആ പേരിനൊരു ഹിസ്റ്ററി ഉണ്ട്. NTRനെ പോലെ ഒരാൾ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. നോ ഡൗട്ട് യുവർ ടൈം ഈസ് ഓവർ. ബാദ്ഷാ, അതിനു മുമ്പ് നിന്റെ IG-യുടെ തല പൊട്ടിച്ചു തരും. Everything is under control. സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്ത ബോംബ് ബ്ലാസ്റ്റിൽ എത്ര സാധുക്കൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതിൽ ഞാൻ എൻ്റെ പ്രാണനെ പോലെ കരുതിയ സിദ്ധുവും ഉണ്ടായിരുന്നു. അന്നേ ഞാൻ വിധി എഴുതിയതാ, എന്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ മരണമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നിന്നെ അവസാനിപ്പിക്കുമെന്ന്. ഗെയിം ഓവർ. ഭാഷ, എല്ലാവരും പോയി, നീ പിടിക്കപ്പെട്ടു, ഞാൻ മാത്രം രക്ഷപ്പെട്ടു. യു നോ വൈ? സ്റ്റാർസ് എല്ലാം എന്റെ കൂടെയാ. ഐ ആം ലക്കി. Shall I try my luck? Oh shit! ഭാഷ ഭാഷ ഭാഷ.
ഓപ്പറേഷൻ ബാദ്ഷാ ഈസ് കംപ്ലീറ്റഡ്. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് നിലനിർത്താൻ ഒരു പോലീസ് ഓഫീസർ തന്നെ മരുമകനായി. എല്ലാം എന്റെ പൂർവികരുടെ അനുഗ്രഹം. ഡാഡ്, ഈ ആനന്ദം കണ്ടിട്ട് ബാറ്റ്സ്മാൻ സിക്സർ അടിക്കുമ്പോ അയാളുടെ കോച്ചിനുണ്ടാകുന്ന സംതൃപ്തി പോലുണ്ട്. എക്സാമ്പിൾ പഴയതാണെങ്കിലും എക്സ്പ്രഷൻ പുതിയതാ. എന്താ ഒരു സ്വപ്നത്തിനും കൂടി സ്കോപ്പ് ഉണ്ടോ? വീണ്ടും സ്വപ്നോ?